ഹായ് ഹലോ. ഷിറാസ്. യെസ്, ഷിറാസ് ജലാൽ. ഓക്കെ, ഹായ്. പറയൂ. ആരിഫ് ഹുസൈൻ. ആക്ച്വലി ഞാൻ ആരിഫ് ഹുസൈന്റെ വീഡിയോസ് കുറച്ച് ദിവസമായിട്ട് 2-3 ദിവസമായിട്ട് തന്നെ കാണുമായിരുന്നു ഞാൻ ന്യൂസ് ആ ചാനലിലെ കണ്ടിട്ട്. ആ ഞാൻ യൂട്യൂബ് ചാനലിലെ വീഡിയോസും ഒക്കെ റെഗുലറായിട്ട് മീൻസ് കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. ആ അപ്പൊ അതിലെനിക്ക് തോന്നിയ ഒരു കാര്യം, പറയുന്ന കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, ഉം, എക്സെപ്റ്റ് വൺ തിങ്. അത് ഈ എല്ലാ ഇസ്ലാം വിശ്വാസികളും ഒരു പൊട്ടൻഷ്യൽ ജിഹാദി ആണെന്ന് പറയുന്നിടത്തെ ഒരു ഉം, പ്രോബ്ലം ഫീൽ ചെയ്യുന്നത് എന്ന് ഉം, പറഞ്ഞാൽ, അതും ഒരു എക്സ്ട്രീം വ്യൂ ആണല്ലോ. ഒരു ഉം, തരത്തില് ഒരു ഉം, എക്സ്ട്രീമിസം തന്നെയാണല്ലോ അതും. എല്ലാരും ഒരു ഉം, പൊട്ടൻഷ്യൽ ജിഹാദി ആണെന്ന് പറയുമ്പോൾ എല്ലാ ഉം, ആൾക്കാരും ഡൗട്ട്ഫുൾ ആയിട്ട് കാണുന്നതിന് ഉം, അതൊന്ന് കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യും. എല്ലാ മനുഷ്യരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡൗട്ട് മീൻസ് മുസ്ലിം വിശ്വാസികളായിട്ടുള്ള മനുഷ്യര് ഡൗട്ട്ഫുൾ ആയിട്ട് കാണുന്നതിന് കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യും. ആ ഒരു ആർഗ്യുമെന്റ് ആയിട്ട് എനിക്ക് തോന്നി. ഉം, ബാക്കിയെല്ലാം ഓക്കെ ആയിട്ട് ഫീൽ ചെയ്തു. ഉം, ഒരു എല്ലാ ഇസ്ലാം വിശ്വാസികളും ഒരു പൊട്ടൻഷ്യൽ ജിഹാദിയാണെന്ന് പറയുന്നിടത്താണ് ഒരു പ്രോബ്ലം ഉം, തോന്നിയത്. ഉം, ഉം. അത് പൊട്ടൻഷ്യൽ എന്ന് അതർവൈസ് പറയുമ്പോൾ അത് വാക്ക് എന്താ നിങ്ങൾ മനസ്സിലാക്കണേ? ഒരു ആ മതം ഒരു എന്താ പറയാ, ഒരു വയലന്റ് ഒരു ഇതാണല്ലോ. മതം ശരിയല്ല എന്ന് പറയുമ്പോൾ നാച്ചുറലി മനസ്സിലായില്ല. അതിൽ അല്ലല്ല, ജനിച്ച് പൊട്ടൻഷ്യൽ എന്നുള്ള വാക്കുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കിയത്? പൊട്ടൻഷ്യൽ ആ മതത്തിൽ ജനിച്ചു വീണ എല്ലാവരിലും, അല്ലെങ്കിൽ ആ മതത്തിന്റെ ഭാഗമായിട്ട് ജീവിക്കുന്ന എല്ലാ മനുഷ്യരും എന്താ പറയാ, ഒരു ജിഹാദിയോ ഒരു ആവാൻ സാധ്യതയുള്ള ഒരു സാധ്യത ഉണ്ട് എന്നാണല്ലോ ഉം, ആരിഫ് ഹുസൈൻ പറയുന്നത്. ഉം. അപ്പോൾ നിങ്ങളിപ്പോൾ എക്സ് മുസ്ലിം ആണോ? അല്ല, ഞാൻ ബേസിക്കലി മതത്തിനെ കുറിച്ച് അധികം ചിന്തിക്കാതെ ജീവിക്കുന്ന ഒരാളാണ്. എന്റെ ലൈഫിൽ അങ്ങനെ അങ്ങനെ എന്താ പറയാ, അങ്ങനെ മതം പ്രാക്ടീസ് ചെയ്യുന്നുമില്ല. ഉം, എന്നെ ആരും അങ്ങനെ ഫോഴ്സ് ചെയ്യാറുമില്ല. അങ്ങനെ എന്റെ ലൈഫിൽ അങ്ങനെ ഒരു സ്പേസ് വന്നിട്ടില്ല എനിക്ക്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഉം. പള്ളിയിൽ അപ്പോൾ പോകാറില്ല, നിങ്ങൾ ഖുർആൻ വായിച്ചിട്ടില്ല. അല്ലെങ്കിൽ വീട്ടുകാരൊന്നും അങ്ങനെയല്ല, എന്നെ അങ്ങനെ ആരും ഫോഴ്സ് ചെയ്ത ചുറ്റുപാട് എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. വന്നിട്ടില്ല. നാച്ചുറലി നിങ്ങളെവിടെ? ഞാൻ നോർമലി ഇന്ത്യയിൽ തന്നെയാണോ? ജീവിക്കുന്ന പോലെ ജീവിക്കുവാണ്. ഇന്ത്യ തന്നെയാണോ? ഞാൻ കേരളത്തില, ട്രിവാൻഡ്രം. ട്രിവാൻഡ്രം തന്നെയാണ്. ഓക്കെ. ട്രിവാൻഡ്രത്താണ്. അപ്പോൾ അപ്പൊ ഞാൻ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആരിഫ് സംഗതി ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല, അങ്ങനെ ഒരു മതത്തിൽ നിന്നുള്ള അതെ അതെ. ഒരു സംഭവം? അപ്പൊ മാത്രമല്ല, എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, കേരളത്തില് ഉം, ജീവിക്കുന്ന മനുഷ്യർ ആരിഫ് ഹുസൈൻ ബിലീവ് ചെയ്യുന്നു. അതെല്ലാരും ഏഹ്, എന്താണ് ഒരു ഉം. എക്സ്ട്രീം വ്യൂ ഉള്ള ആൾക്കാരാണെന്നുള്ള ഒരു ഈ ചിന്ത എക്സ്ട്രീം വ്യൂ എന്നുകൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? എന്ന് പറഞ്ഞാൽ ഭയങ്കര റിലീജിയസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഭയങ്കര ഉം, എല്ലാ തീവ്ര നിലപാടുള്ള മനുഷ്യരാണ് എല്ലാം. ഇപ്പൊ ഹിജാബ് വിഷയത്തിൽ തന്നെ ഉം, ഒരു കുട്ടി മാത്രം, ഒരു ഫാമിലി മാത്രം ഹിജാബിന് വേണ്ടി വാദിക്കുമ്പോൾ അതേ സ്കൂളിൽ വരുന്ന 50 കുട്ടികൾക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല എന്ന് പറയുമ്പോൾ, അത് ഉം, തന്നെ സൊസൈറ്റിയിൽ, കേരളത്തില് മുസ്ലിംസ് ജീവിക്കുന്ന ഒരു രീതി കാണിക്കുന്നുണ്ടല്ലോ. ഉം. ആ സ്കൂളിലുള്ള 2 കുട്ടികൾ TC വാങ്ങാൻ വേണ്ടി തയ്യാറായതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിരുന്നോ? തയ്യാറായത് കേട്ടിരുന്നു. അതെന്തുകൊണ്ടായിരിക്കും? അല്ല, അതിന് വേറൊരു റീസൺ വരാൻ നമുക്ക്. അത് അവർക്ക് 2 കുട്ടികൾ റീസൺ ഇത് വാങ്ങിച്ചു, ഓക്കെ. സ്റ്റിൽ എന്നാലും വൈ? മറ്റു കുട്ടികളുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അവർ വാങ്ങിക്കാൻ തയ്യാറായത്? ഒരു മൈനോറിറ്റി എന്തെങ്കിലും കാണുമല്ലോ അതിനകത്ത് കാണും. എന്ന് വെച്ചാൽ? എനിക്ക് ആരിഫ് ഹുസൈൻ പറഞ്ഞാൽ എനിക്കൊരു തോന്നിയിട്ടുള്ള സംഭവം ഇതാണ്. അല്ല, ഇതൊന്ന് ക്ലിയർ ചെയ്യൂ, അപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്തിനാണ് അപ്പോൾ ആ കുട്ടികൾ TC വാങ്ങാൻ തയ്യാറായത്? ആ കുട്ടികൾക്ക് അങ്ങനെ ഒരു നിലവിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. ഇല്ല, അതിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനകത്ത് ഈ വേറൊരു ഈ ആംഗിൾ പ്രശ്നം, ഉള്ളത്. ഒരു കുട്ടി ഈ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ മറ്റ് 2 കുട്ടികൾ ഇതിലേക്ക് കയറി. കേരളത്തിൽ അത് കുറവാണ്, നമ്മൾ സമ്മതിക്കും. പക്ഷേ കർണാടകയിൽ നമ്മൾ കണ്ടത് എന്താണ്? വ്യാപകമായിട്ട് കുട്ടികൾ അതിനോട് യോജിച്ച് അല്ല, ഞാൻ അതിൽ കേരളത്തിലെ കാര്യമാണ് റാലി പറഞ്ഞത്. ചെയ്യുന്നതാണ്. കേരളത്തിലെ അല്ല, കാര്യമാണ് കേരളം പറഞ്ഞത്. നമ്മൾ ഓരോ മുസ്ലിമും പൊട്ടൻഷ്യൽ ജിഹാദിയാണെന്ന് പറയുമ്പോൾ അത് കേരളത്തിൽ മാത്രമെന്നോ കേരളത്തിന് വെളിയിലൊന്നും പറഞ്ഞിട്ടില്ല. അതൊരു ആഗോള ഒരു പ്രതിഭാസമാണെന്ന് നമ്മൾ പറഞ്ഞത്. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഈ കർണാടകയിലെ വിഷയം ഇവിടെ നമ്മൾ കണ്ടതാണ്. അതിലൊരു കുട്ടി ഇതേപോലെ, എല്ലാം ആരിഫ് ഹുസൈൻ റൈറ്റ് ആണ് ഞാൻ പറയുന്നത്. അത് വേണ്ട, ഇതിനകത്ത് നിങ്ങൾ ചോദിച്ചതിനൊന്ന് ക്ലാരിഫൈ ചെയ്യൂ. അതായത് വൈ അല്ല, ഞാൻ ബാക്കിയുള്ള പറഞ്ഞത് 2 കുട്ടികൾ എന്തുകൊണ്ട് TC വാങ്ങാൻ വേണ്ടി മുന്നോട്ട് വന്നു? ഓക്കെ. ആ 2 കുട്ടികളെ നിങ്ങൾ ആദ്യത്തെ കുട്ടിയുടെ കൂടെ കൂട്ടിക്കോ. സ്റ്റിൽ വേറെ Why? 40-50 കുട്ടികളുണ്ടല്ലോ. അതെ, അവരെന്തിനു വന്നു? രണ്ടാമത്തെ കുട്ടികൾ നിലവിൽ അവർ ഈ ഹിജാബ് ഇടാതെ നടക്കുന്ന ആളുകളല്ലായിരുന്നു? ഓക്കെ. അവർ പെട്ടെന്ന് എങ്ങനെയാണ് അവർ ഇതിൻ്റെ കൂടെ കൂടിയത്? അല്ല, അതിന് വേറെ റീസൺ ഉണ്ട്. ആ സ്കൂളിലെ മാനേജ്മെന്റ് ഭയങ്കര ബയാസ്ഡ് ആയിട്ട് കാണുന്ന ഒരു എന്താ മാനേജ്മെന്റ് എന്താ ബയസ് ഉണ്ടാക്കിയത്? അല്ല, മാനേജ്മെന്റ് ബേസിക്കലി കുട്ടികളെ ഒരു മതപരമായിട്ട് കാണുന്നു എന്നുള്ളൊരു ചിന്ത അതിനകത്ത് വരുന്നുണ്ടാവും. എന്ത് വന്നു അവിടെ? അത്രയും നാളില്ലാത്ത എന്താണ് അവിടെ? ഒരു ടീച്ചർ അല്ലെങ്കിൽ എന്താ പറയാ,
ആ സ്കൂളിലെ മാനേജ്മെന്റ് കുട്ടികളെ എങ്ങനെ കാണുന്നു എന്നുള്ള ഒരു ആശയം ഉണ്ടായിട്ടുണ്ടാവും. മാനേജ്മെന്റ് അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, അവർ യൂണിഫോം നിഷ്കർഷിക്കുകയല്ലേ ചെയ്തിട്ടുള്ളൂ. അത് തന്നെ നാച്ചുറലി ഒരു കുട്ടിയെ അവർ സമീപിക്കുന്ന രീതി അത് എന്താ നാച്ചുറലി ഒരു മറ്റു മാറ്റം ഉണ്ടായിട്ടില്ലല്ലോ. യൂണിഫോം ഇടണം എന്ന് അവർ പറയുന്നു, അത് സ്കൂൾ റൂൾ ബുക്കിലുള്ളതാണ്. അല്ലല്ല അത് അവർ ഹിജാബിന് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും നോക്കുമ്പോൾ അതെങ്ങനെയാണ് ഒരു ഡിസ്ക്രിമിനേഷൻ ആവണത്? അല്ല അവർക്ക് അതൊരു പ്രോബ്ലം എന്താണെന്ന് തോന്നിയിട്ടുണ്ടാവുമല്ലോ. വൈ? എന്ത് ഇൻ വാട്ട് ആസ്പെക്ട് അതൊരു പ്രോബ്ലം ആവുന്നത്? ഏത് ആസ്പെക്റ്റിലാണ് അത് പ്രോബ്ലം ആവുന്നത്? അല്ല ടീച്ചേഴ്സിന്റെ കാഴ്ചപ്പാടും ഭയങ്കര ഡൗട്ട്ഫുൾ ആയിട്ട് മാറുമല്ലോ അതിനകത്ത്. എങ്ങനെ ടീച്ചർമാരുടെ കാഴ്ചപ്പാടിൽ അവിടെ എന്താ മാറ്റം വന്ന്? അവർക്ക് മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ആർട്ടിക്കിൾ 30 പ്രകാരം അത് അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാനുള്ള എല്ലാ അവകാശവും ഇന്ത്യൻ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ അവർ ഇത്തരത്തിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു യൂണിഫോം ഉണ്ടെങ്കിൽ അത് പാലിക്കാനുള്ള അല്ലെങ്കിൽ അത് നിഷ്കർഷിക്കാനുള്ള അവകാശം അത് കോടതിയും ശരിവെച്ച് കൊടുത്തിട്ടുള്ളതാണ് 2018 നിയമപ്രകാരം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അത് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിലെന്താണ് കുട്ടിയോട് കാണിക്കുന്ന അനീതി? എന്താണ് ഇതിനകത്ത്? അല്ല ആരിഫ് ഹുസൈൻ പറയുന്നത് കറക്റ്റ് ആണ്. ഞാൻ പറയുന്നത് ഇതിനകത്ത് ഒരു മൈൻഡ് സെറ്റിന്റെ ഒരു സംഭവം ഉണ്ട്. എല്ലാ മനുഷ്യരിലും ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. എന്ത് മൈൻഡ് സെറ്റിൽ ഒരു എറർ വരുന്നത്? ഏത് ആംഗിളിൽ നിന്ന് നോക്കുമ്പോഴാണ് ഈ മൈൻഡ് സെറ്റിൽ എററായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ മൈൻഡ് സെറ്റ് അധ്യാപകരുടെ ഇടയിൽ ഒരു വിവേചനം പാടില്ലല്ലോ. ബേസിക്കലി നമ്മൾ അധ്യാപകരുടെ ഇടയിൽ എന്താ വിവേചനമുള്ളത്? അല്ല അവർക്കും ആ ഒരു വിവേചന രീതി വരുന്നതുകൊണ്ടാണല്ലോ ഈ രീതിയിലൊക്കെ അത് ഹിജാബ് പാടില്ല. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുമാണ് TC വാങ്ങാൻ പോയത്. അവർക്ക് എന്താണ് അതിനകത്തുണ്ടായത്? അല്ല അത് അവരുടെ താല്പര്യം, അത് ഇത് തന്നെ ആവണം നിർബന്ധമില്ല. വാട്ട് താല്പര്യം? നിങ്ങൾ എന്താണ് ആ വിഷയം പറയാത്ത? എന്താണ്? രണ്ട് കുട്ടികൾ പറഞ്ഞിട്ടില്ലല്ലോ എന്താണെന്ന് താല്പര്യം. മാതാപിതാക്കൾ പറഞ്ഞല്ലോ, കുട്ടികളല്ലല്ലോ പറയാം. മാതാപിതാക്കൾ പറഞ്ഞല്ലോ അല്ല സ്റ്റിൽ ഞങ്ങളുടെ കുട്ടികൾക്കും ഹിജാബ് ഇട്ട് ഇവിടെ പഠിക്കണം, അതിന് ഈ സ്കൂൾ ഇങ്ങനെ അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളും TC വാങ്ങാൻ പോവുകയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഹിജാബ് എന്ന് പറയുന്ന സാധനം വെച്ചുകൊണ്ട് ആ 2ാമത്തെയും 3ാമത്തെയും പാരൻസ് അവിടെ ഈ മതം പൊക്കിക്കൊണ്ട് വന്നത് എന്ത് കാരണം കൊണ്ടായിരിക്കും? ആരിഫ് ഹുസൈൻ റീഡിംഗ് പറഞ്ഞു, കുഴപ്പമില്ല. അല്ല നിങ്ങൾ പറയൂ. അല്ല ബസ്സിൽ മതം തന്നെയാണല്ലോ. എൻ്റെ റീഡിംഗ് ഞാൻ പണ്ടേ പറയാറുണ്ടല്ലോ, പൊട്ടൻഷ്യൽ ജിഹാദി ആയതുകൊണ്ട്. നിങ്ങളുടെ റീഡിംഗ് പറയൂ. അല്ലെ പൊട്ടൻഷ്യൽ ജിഹാദി എന്ന് പറയുന്നത് എല്ലാം ജിഹാദ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത്? അപ്പോൾ ഈ വാളെടുക്കണ മാത്രമാണോ ജിഹാദ്? അല്ല ഞാൻ പറയുന്നത് ഇപ്പൊ ഞാൻ മറ്റൊരു ഉദാഹരണം പറയും. ഇപ്പോൾ വീട്ടിൽ വളരെ മാന്യമായിട്ട് സമാധാനപരമായിട്ട് പോയിക്കൊണ്ടിരുന്നൊരു വീടാണ് എൻ്റെ വീട്. ഓക്കെ, നമ്മളവിടെ നമുക്ക് ഈ മതത്തിൽ വിശ്വാസമില്ല എന്ന് പറയുന്നു. ഓക്കെ, ആ വിശ്വാസം ഇല്ല എന്ന് പറയുമ്പോൾ നമ്മളെ പാരൻസ് നമ്മളോട് എതിർപ്പ് കാണിക്കുന്നു. ആ എതിർപ്പ് കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു, നമ്മൾ വിവാഹ ബന്ധത്തെ ബാധിക്കുന്നു. ഇത് ചെയ്ത ആളുകൾ അവരവിടെ നടത്തിയത് ജിഹാദാണോ അല്ലേ? ഓക്കെ മനസ്സിലായി. ജിഹാദാണോ അല്ലേ? ജിഹാദ് തന്നെ കൂട്ടിക്കോ എന്നല്ല. യെസ് ഓർ നോ? ഈസ് ഇറ്റ് എ ജിഹാദ് ഓർ നോട്ട്? ഓക്കെ മനസ്സിലായി എനിക്ക്. ആണോ അല്ലയോ നിങ്ങൾ പറയൂ. അത് ആണ്. ഓക്കെ എനിക്ക് ജിഹാദ് എനിക്ക് ജിഹാദ് എന്ന് പറയുമ്പോൾ മതത്തിൽ പറയുന്നത് അറിയില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. നിങ്ങൾ ജിഹാദ് എന്താണെന്ന് പഠിക്കൂ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ അടുത്തിരിക്കുന്ന ആൾ, ഇപ്പോൾ നിങ്ങൾ കൂട്ടുകാരെ ആരെങ്കിലും ഒരാൾ നിങ്ങളോട് നീ എന്താ നിസ്കരിക്കാത്തതെന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും നിസ്കരിക്കാത്തതെന്ന് ചോദിച്ചിട്ടുണ്ട്? ഉണ്ട്. അയാൾ ചെയ്തത് ഒരു ജിഹാദാണ്. അല്ല എന്റെ അടുത്ത് മുസ്ലിങ്ങളായിട്ട് അങ്ങനെ ആരും ചോദിച്ചില്ല. മറ്റു കൂട്ടുകാർ മുസ്ലിങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ചോദിക്കും. ഒരാൾ നിങ്ങളോട് ചോദിച്ചിട്ടില്ലേ? നിങ്ങൾക്ക് ഒരു മുസ്ലിം കൂട്ടുകാരനും നിങ്ങളടുത്ത് വന്നിട്ട് ഹിന്ദുക്കളെ വിടും. ഞാൻ ചോദിക്കുന്ന മുസ്ലിങ്ങൾ. നമ്മൾ സംസാരിക്കുന്നത് ജിഹാദികളുടെ കാര്യമാണ്. ഓക്കെ, ഇല്ല മുസ്ലിങ്ങളാരും അങ്ങനെ എന്റെ അടുത്ത് ഞാൻ കൂടുതൽ ഹിന്ദുക്കളായിട്ടല്ല വളർന്നത്. നമുക്ക് നിങ്ങൾക്ക് ജിഹാദ് എന്താണെന്ന് അറിയില്ല, എങ്ങനെയാണ് ഇസ്ലാമിൽ ഈ ജിഹാദ് വർക്കൗട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയില്ല. ഇനിയിപ്പോൾ അതൊക്കെ ആദ്യം പഠിപ്പിക്കണം, അപ്പോഴേ പൊട്ടൻഷ്യൽ ജിഹാദി എന്താണെന്ന് നിങ്ങൾക്ക് ആദ്യം മനസ്സിലാവുള്ളൂ. അതാണ് ഈ പ്രശ്നം. അപ്പോൾ ഇതിലിപ്പോൾ ഇനി മറ്റൊരു കുഴപ്പം, നിങ്ങളെപ്പോലുള്ള ആളുകൾ ഉണ്ടാക്കുന്ന മറ്റൊരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇങ്ങനെ ഒരു ജിഹാദി എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ ഒരു ആസ് എ വാരിയർ, ഒരു റിലീജിയൻ അല്ലെങ്കിൽ ഐഡിയോളജിക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ആളുകളാകാനുള്ള സാധ്യത. ഓക്കെ, അതിനെയാണ് വേണമെങ്കിൽ നമുക്ക് ഈ ജിഹാദി എന്ന് വിളിക്കുന്നു എന്ന് വിചാരിക്കാം. ഇപ്പോൾ ഒരു ബൈ ഡെഫിനിഷൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. അപ്പോൾ ആ സാധ്യത എല്ലാ ഐഡിയോളജിയുടെ ആളുകൾക്കുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ട്, ഹിന്ദുക്കൾക്കുണ്ട്, ക്രിസ്ത്യാനികൾക്കുണ്ട്, മുസ്ലിങ്ങൾക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഏതെങ്കിലും ഒരു ആശയത്തിൻ്റെ പേരിൽ അതിങ്ങനെ 24/7
ഇങ്ങനെ നിരന്തരം അതിങ്ങനെ പ്രചരിപ്പിച്ച് ഇങ്ങനെ ഇങ്ങനെ നടക്കാനുള്ളൊരു സാധ്യത, അത് ഏത് ആശയത്തിനാണ്? ആ ഒരു പ്രൊപ്പൻസിറ്റി കൂടുതൽ ഏതിനാണ്? ഇതാണ് നമ്മളുടെ അന്വേഷണം. ആ അന്വേഷണം ഇന്ന് നിലവിൽ അത് ഇസ്ലാമിനാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് ഇത് ഓരോ മുസ്ലിമിനെയും ബാധിക്കുന്ന വിഷയമാണ് എന്ന് പറയേണ്ടി വരുന്നത്. അവിടെയാണ് നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് അവിടെ വെക്കുന്നത്. ആരിഫ് ഹുസൈന്റെ ഒരു ഇഷ്യൂ ഉള്ളതെന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരും ഇപ്പം മുൻവിധിയോടെ കാണുമല്ലോ കാര്യങ്ങളെ. ഇപ്പൊ ജാതിയുടെ സ്വഭാവം അതാണല്ലോ, ജാതി ചിന്ത എന്ന് പറയുന്ന സാധനം അതാണല്ലോ. മുൻവിധിയോടെ ഇന്ന ജാതിയിലുള്ള ആൾക്കാർ ഇങ്ങനെ ആയിരിക്കും പെരുമാറുന്നത്, അല്ലെങ്കിൽ മുസ്ലിങ്ങളാണെങ്കിൽ ഇങ്ങനെ ഈ രീതിയിലായിരിക്കും പെരുമാറുന്നത്. ഈ ഒരു മുൻവിധി ഉണ്ടല്ലോ, അത് ശക്തിപ്പെടുത്താൻ ആക്ച്വലി ആരിഫ് ഹുസൈന്റെ ഒരു എക്സ്ട്രീം ഈ ഒരു വ്യൂ പോയിന്റിന് സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ജിഹാദി എന്ന് പറയുമ്പോൾ അതൊരു സാധ്യതയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതൊരു റിയാലിറ്റി അല്ലേ? ഇപ്പൊ എന്റെ ഉമ്മ ഈ പറയുന്ന സംഗതി ചെയ്യുന്നത് വരേക്കും ഒരു നോർമൽ മുസ്ലിം ആയിരുന്നല്ലോ. പക്ഷെ ഈ പറയുന്ന വിഷയം വന്നപ്പോൾ ഉമ്മ മതം പുറത്തെടുത്തു. അപ്പോൾ എങ്ങനെ ഉമ്മ അത് എടുത്തത്? ദാറ്റ് വാസ് എ ജിഹാദ്. അപ്പോൾ ഉമ്മ വാസ് ഓൾസോ എ പൊട്ടൻഷ്യൽ ജിഹാദി. ഇപ്പൊ ഉമ്മ ഒരു ജിഹാദിയാണ്. ഇതല്ലേ നമ്മൾ പറയുന്നത്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അല്ല അതവിടെ നിൽക്കട്ടെ, ഇത് പറയൂ, ഇത് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് അടുത്തേക്ക് പോകാം. അപ്പോൾ ഉമ്മ വാസ് എ പൊട്ടൻഷ്യൽ ജിഹാദി, നൗ ഷീസ് എ ജിഹാദി. മറ്റുള്ള നമ്മളെ കൂടെയുള്ള ആളുകൾ ഇവരെല്ലാവരും വാസ് എ പൊട്ടൻഷ്യൽ ജിഹാദി. അവരിപ്പോൾ ഒരു ജിഹാദിയായി മാറി. ഈ പറയുന്ന മതം മുന്നിൽ എടുത്തു വെച്ചുള്ള ആൾ ഇതാവാത്ത ആളുകളുണ്ട്. അപ്പം നമ്മളിവിടെ പറയുന്നത് എന്താണ്? ഒരു 50-50 ചാൻസിനെ കുറിച്ചാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അത് അത്രമാത്രം ഈ മതബോധം കൊണ്ടു നടക്കുന്ന ആളുകളായതുകൊണ്ടാണ്. നിങ്ങൾ ഈ കഴിഞ്ഞ കുറേ വിഷയങ്ങൾ നിങ്ങൾ എടുക്കുക. ഏത് മതത്തിനാണ് ഏറ്റവും കൂടുതൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ത്വര ഇവിടെ ഉള്ളത്? ഇപ്പോൾ ഈ യൂണിഫോമിൻ്റെ ഇഷ്യൂ വരുന്നു, അതിൽ ത്വര ഉണ്ടാക്കുന്നത് ഏത് മതമാണ്? സൂംബ വിഷയം വന്നു, അതിൽ ഈ തുറപ്പം പണി എടുത്തത് ഏത് ആൾക്കാരാണ്? ഇവിടെ ഈ യൂണിഫോം സിവിൽ കോഡ് അത് കൊണ്ടുവരുന്നതിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിൽ എതിർപ്പുണ്ടാക്കുന്നത് ഏത് മതമാണ്? നിങ്ങൾ ഏത് വിഷയം എടുക്കൂ. ഇപ്പോൾ യൂണിസെക്സ് യൂണിഫോമിൻ്റെ വിഷയം വരുന്നു, അതിൽ കുത്തിത്തിരിപ്പുണ്ടാക്കിയത് ഏത് മതമാണ്? സ്കൂളിൻ്റെ സമയമാറ്റം അതെല്ലാവർക്കും ബാധകമാകുന്നൊരു വിഷയമാണ്, അതിൽ പോലും എതിർപ്പ് കൊണ്ടുവന്നത് ഏത് മതമാണ്? അതെല്ലാം ശരിയാണ്. ഇതിനകത്തൊരു പൊളിറ്റിക്കൽ ഇസ്ലാം എന്നൊക്കെ പറഞ്ഞ് ആരിഫ് ഹുസൈൻ സംസാരിക്കുമ്പോൾ ഇതെല്ലാം ഓക്കെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് അതിന്റെ ബാക്കിയാണ് ഈ പറയുന്ന പൊട്ടൻഷ്യൽ ജിഹാദ് എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യരും അങ്ങനെ അല്ല എന്നാണ് പറയുന്നത്. എല്ലാ മുസ്ലിങ്ങളും പൊട്ടൻഷ്യൽ ജിഹാദികളാണ്, ആൻഡ് ഓൾസോ പൊട്ടൻഷ്യൽ എക്സ് മുസ്ലിംസ്. അതാണ് നമ്മൾ പറയുന്നത്. മമ്മൂട്ടി പൊട്ടൻഷ്യൽ ജിഹാദിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ പല സ്റ്റേറ്റ്മെന്റ്സും ഇസ്ലാമിന് അനുകൂലമാവുന്ന രീതിയിൽ പറഞ്ഞു വെച്ചിട്ടില്ലേ? അല്ല, ഇസ്ലാമിന് അനുകൂലമായിരിക്കും, പക്ഷെ സിനിമ ഹറാമല്ലേ ഇസ്ലാമില്? അത് ശരി. അപ്പോൾ കള്ളു കുടിക്കുന്ന ഇപ്പോൾ നിങ്ങൾ ചെല്ലുക, ഈ ജയിലിൽ പോവുക, ജയിലിൽ പോയി കഴിയുമ്പോൾ അവിടെ എന്തോരം മുസ്ലിങ്ങളായിട്ടുള്ള ഈ തടവിൽ കിടക്കുന്ന ആളുകളുണ്ടാവും. ഇത് കേൾക്കൂ, നിങ്ങൾ മമ്മൂട്ടീനെ അവിടെ വെക്കൂ. ജയിലിൽ പോയി കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ അവിടെ ജയിലിലുണ്ടോ ഇല്ലേ? എവിടെയാണ്? ഒരു ജയിലിൽ പോവാ, നിങ്ങൾ വിയ്യൂർ സെൻട്രൽ ജയിലിൽ പോവാ, അവിടെ മുസ്ലിങ്ങളില്ലേ? എല്ലാ ക്രൈം ചെയ്യുന്ന ഇഷ്ടംപോലെ മുസ്ലിംസ്. അവിടെ ആ മുസ്ലിമിനെ പിടിച്ചിട്ട് നിങ്ങൾ ഒരു പന്നിയിറച്ചി കൊടുക്കുക തിന്നാൻ ഒരു മുസ്ലിമിന്, അവൻ എന്താ പറയാ? സാധ്യത പന്നി ഹറാമാണെന്ന് പറയും. ഓക്കെ, ഞാൻ പറയുന്നത് പന്നി ഹറാമാണെന്ന് പറയൂല്ലേ? ഹറാമെന്ന് പറയും, മമ്മൂട്ടി പറയുമായിരിക്കും. അതൊരു ജിഹാദാണ്. അല്ല, പക്ഷെ വേറൊരു കാര്യം ചെയ്യുന്നില്ലല്ലോ ഇസ്ലാമിൽ. എന്താണ് ചെയ്യേണ്ടത്? ഞാൻ പറയുന്നത് ഇസ്ലാം പറയുന്നത് എന്തുവാണ്? മതത്തിന് വേണ്ടി ഡിഫൻസ് കളിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ജിഹാദ്. മതത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നിലനിൽക്കുന്നുണ്ടെങ്കിൽ, അവരുടെ വിശ്വാസത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവൻ എന്തെങ്കിലും ചെയ്തു വെക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ജിഹാദ്. ചിന്തിക്കാത്ത വേറെ ആസ്പെക്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ജിഹാദ്, പൊട്ടൻഷ്യൽ ജിഹാദിനെ കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് പറയൂ. അത് തന്നെ ഞാൻ പറയുന്നത്. ഇസ്ലാം പറയുന്നത് ഇതെല്ലാം പ്രാക്ടീസ് ചെയ്താലേ സ്വർഗ്ഗത്തെത്തുള്ളൂ എന്നാണ്. ഇതിൽ ഏതൊരു 5 പ്രാക്ടീസ് ചെയ്തിട്ട് 5 ചെയ്യാതിരുന്ന അയാൾ മുസ്ലിം അല്ല. അതിപ്പോ മുഹമ്മദ് നബി അങ്ങനെ 100% മുസ്ലിം ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് നബി എനിക്ക് അറിയില്ല. ഞാൻ ഖുർആൻ വായിച്ചിട്ടില്ല കേട്ടോ. ശരി. അപ്പൊ അതാണ് പ്രശ്നം. ഇനി മറ്റൊരു കാര്യം പറയാം. ഇത് ഒരു യഥാർത്ഥ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഈ കൺഫ്യൂഷൻ ഇല്ല. ഓക്കെ, ഒന്നാമത്തെ കാര്യം ഈ ഇസ്ലാം എന്താണെന്ന് അറിയുന്ന ആളെ സംബന്ധിച്ച്. പക്ഷെ നിങ്ങൾ ഈ ഇസ്ലാമിനെ കുറിച്ച് അറിയാതിരിക്കുന്ന ആളുകൾ ഇത് പറയുമ്പോൾ എന്റെ പ്രോബ്ലം ഇതേ ഉള്ളൂ. ഈ പറയുന്ന എല്ലാവരും ഒരു ഡൗട്ട്ഫുൾ ആയിട്ട് കാണാൻ അതിന് വഴിവെക്കുന്നത് ഇൻക്രീസിംഗ്ലി നോർമലൈസ്ഡ് ആയിട്ട് ഈ ജിഹാദിനെ അതുപോലെ തന്നെ മതത്തെ പൊക്കി വെക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഈ മതത്തിനുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് പറയുന്നത്. നിങ്ങൾക്ക് ആ മതം അറിയില്ല, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാത്ത. ശരിയാണ്, അറിയില്ല. പിന്നെ എൻ്റെ ഒരു ആർഗ്യുമെന്റ് ഞാൻ പറയാം. കേരളത്തില് ഇവിടെ ഈ മുസ്ലിം ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ ഉസ്താദുമാര് കാണാതെ പഠിപ്പിക്കുന്ന അറബ് അത് ഓതുന്നതല്ല, അത് ആരും അർത്ഥം അറിഞ്ഞ് ഓതുന്നതല്ല.
അതൊന്നും ഇപ്പൊ നമ്മുടെ വിഷയമല്ല. അല്ല അത് പക്ഷെ ഇപ്പൊ വിഷയമാണ്. അർത്ഥം അല്ല, അതെങ്ങനെയാ അർത്ഥം ബാധിക്കുന്നത്? അറിഞ്ഞിട്ടാണോ അർത്ഥം ഇല്ല അറിഞ്ഞിട്ട് നിങ്ങൾ പന്നിയിറച്ചി തിന്നോ? ഓഫ് കോഴ്സ് ഞാൻ ഒരു തവണ ട്രൈ ചെയ്തിട്ടുണ്ട്. ട്രൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അപ്പം കള്ളു കുടിക്കോ? ബേസിക്കലി എന്റെ മോൻ അടിച്ചുകൊണ്ട് അത് ശരി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അല്ല, നിങ്ങൾ പന്നിയിറച്ചി കഴിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്ക് മതത്തിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ അതാ ഞാൻ നേരത്തെ ചോദിച്ചത്, ഒരു BO സെൻട്രൽ ജയിലിൽ പോയിട്ട് വളരെ വലിയ കുറ്റം ചെയ്ത ഒരു മുസ്ലിമിനെ പിടിച്ച് നിങ്ങൾ പന്നിയിറച്ചി കൊടുത്താലും അവൻ പന്നിയിറച്ചി ഹറാമാണെന്ന് പറയുന്ന അവസ്ഥ അവിടെ ഉണ്ട്. അപ്പോൾ അവൻ ഈ ഖുറാൻ മുഴുവൻ പഠിച്ചിട്ടാണോ പന്നിയിറച്ചി ഹറാമാണെന്ന് പറഞ്ഞത്? ഞാനും എന്റെ മക്കൾ നമ്മൾ അരവണ പായസം കഴിക്കും, ഞാൻ അമ്പലത്തിൽ പോകും. നിങ്ങളൊരു അഴവഴമൻ വിശ്വാസിയാണ്, അതുകൊണ്ടാണ്. വിശ്വാസി അങ്ങനെയല്ല ഞാൻ പറയാം, അമ്പലത്തിലെ ഉത്സവം വന്നാൽ പോകുന്ന ഞാൻ പറഞ്ഞു. അതാ പറഞ്ഞേ, നിങ്ങൾക്ക് ഇസ്ലാം എന്താണെന്ന് അറിയില്ല, അതുകൊണ്ടാണ്. അല്ല ഞാൻ ഓക്കെ, പറഞ്ഞത് നിങ്ങൾ കൂടുതൽ ഈ പറഞ്ഞ സാധനം പഠിച്ചു കഴിഞ്ഞാൽ അത് ഒന്നുകിൽ നിങ്ങൾ വിശ്വാസിയാക്കും, ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ ബോധരാവാറില്ല. മതം കൂടുതൽ വിടും. നിങ്ങൾ എന്താ ഇപ്പം മതം വിടാത്തത്? ഈ മതത്തിൽ കുഴപ്പങ്ങൾ നിങ്ങളൊന്നും കണ്ടിട്ടില്ലേ? അല്ല ഞാൻ ഒന്നിലും വിശ്വസിക്കുന്നില്ല. എനിക്ക് അങ്ങനെ അതിനെക്കുറിച്ച് ഞാൻ ബോധരായിട്ടില്ല. ഒരു ദൈവ വിശ്വാസം വേണമെന്നുള്ള രീതി അങ്ങനെ ബോധരായിട്ടില്ല. ഇസ്ലാമിനെ വിമർശിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇസ്ലാമിനെ വിമർശിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. പക്ഷെ ഇതിന്റെ പ്രോബ്ലം ഇതാണ്, ഡൗട്ട്ഫുൾ ആയിട്ട് മനുഷ്യരെ അത് വേറെ ആംഗിളാണ്. അത് നിങ്ങൾക്ക് ആ വിഷയത്തെ കുറിച്ച് അറിയാത്തതിന്റെ പേരിലാണ്. അല്ല ആ വിഷയം മാത്രമേ ഉള്ളൂ. എല്ലാം ഒരു മൈൻഡ് അത് സെറ്റ്. മനസ്സിലായി. നിങ്ങൾ അത് ഒന്ന് പഠിക്കാൻ ശ്രമിക്കും. അല്ല ഞാൻ പറഞ്ഞ എല്ലാ പൊളിറ്റിക്സും മനുഷ്യന്റെ ഒരു മൈൻഡ് സെറ്റിന്റെ റിഫ്ലക്ഷൻ ആണ്. അപ്പൊ ഇനി ഞാൻ വേറെ കാര്യം ചോദിക്കാം, അതായത് യെസ് അത് മനസ്സിലായി. അത് നിങ്ങളുടെ ആ ഒരു ഡൗട്ട് അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇപ്പോൾ ഇപ്പോൾ ഒരു വാർത്ത വരികയാണ്, ഈ ഫ്രാൻസിൽ ഒരു ബോംബ് പൊട്ടുന്നു, ഒരു വണ്ടി ഇടിച്ച് കയറ്റുന്നു, അല്ലെങ്കിൽ ഒരു അങ്ങാടിയിൽ ഒരു ബോംബ് പൊട്ടുന്നു. അത് ആ സ്ഫോടനം, ആ ഒരു സൂയിസൈഡ് ബോംബിങ് ചെയ്തത് ആരാകാനാണ് സാധ്യത? ടെററിസം എല്ലാം ടെററിസവും ഇസ്ലാമിക് ടെററിസവും ആണെന്നുള്ളത് ഒരു വാദമാണത്. അല്ല, ഏതാവാനാ സാധ്യത കൂടുതൽ? ഒരു 100 ടെറർ അറ്റാക്സ് ഉണ്ടാകുമ്പോൾ അതിൽ എത്ര എണ്ണമാണ് ഇസ്ലാമിക് ടെറർ അറ്റാക്ക് നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആസ് പെർ സ്റ്റാറ്റിസ്റ്റിക്സ്? അതെല്ലാം ഓക്കെയാണ്. ഞാൻ തിരിച്ചു എത്രയാന്ന് പറയൂ. അല്ല അതെല്ലാം ഞാൻ ഹാരിഫ് ഹുസൈന്റെ നിങ്ങൾ എത്രയെന്ന് പറയൂ. അതിൽ 90%, 95% ഇസ്ലാമിക് ടെററിസം ആയിരിക്കും. 95% ഒന്നുമില്ല, 80% ഉള്ളൂ. ഓക്കെ, സ്റ്റിൽ ഫൈൻ. യു ആർ ഓവർ എസ്റ്റിമേറ്റിംഗ്. ഓക്കെ, ഞാൻ പറഞ്ഞത് ഞാൻ തിരിച്ചു പറഞ്ഞ സാധനം, ഞാൻ 80% ഉണ്ടെന്നേ പറഞ്ഞുള്ളൂ, നിങ്ങൾ അത് 95 ഉണ്ടെന്നാ പറയുന്നത്. ഞാൻ ഒരു കുട്ടിയെ ക്ലോക്ക് ഉണ്ടാക്കി US ഒരു കുട്ടിയെ അറസ്റ്റ് ചെയ്തില്ലേ ഡൗട്ട്ഫുൾ ആയിട്ട്. ഒരു ദിവസം എന്തോ പുള്ളി എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഞാൻ പറഞ്ഞ ആ ഒരു കുട്ടിയെ ഡൗട്ട്ഫുൾ ആയിട്ട് കാണേണ്ടി വന്നില്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് നിങ്ങൾ പറയും. അല്ല അങ്ങനെ എന്തൊക്കെ റീസൺസ് ഇരുന്നാലും നമുക്ക് അങ്ങനെയല്ലല്ലോ. ഒരു തെറ്റാവുന്ന എപ്പോഴാണ്? ആ കുട്ടി ഇതിനു മുന്നേ ഒരു 10 ആളെ പിടിക്കുമ്പോൾ അതിനകത്ത് 8 പേരും ഇതുപോലുള്ള ആളുകളാവുമ്പോൾ ആ 11ാമത്തെ കേസിൽ ആരെ സംശയിക്കാനാണ് സാധ്യം? ഈ ഫ്രീക്വൻസി ബയസ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. അതാണ് ഹാരിഫ് ഹുസൈൻ പ്രോബ്ലം. അതൊരു മുൻവിധിയാണ്. ആ മുൻവിധി അവിടെ ഉണ്ടാവും. അത് മനുഷ്യ സഹജമാണത്. ആ മുൻവിധി ശക്തിപ്പെടുത്തുന്ന ആർഗ്യുമെന്റ് വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ആ മുൻവിധിയിലൂടെ മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് ഇന്ന് നാട് പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത്. കാസ്റ്റ് ഇഷ്യൂസ് എന്താണ്? അതാ പറയുന്നത്, ആ മുൻവിധിയിലൂടെ പോകുന്നതുകൊണ്ടാണ് ഇന്ന് ഗവൺമെന്റ്സ് പ്രൊആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റെപ്സ് എടുത്തിട്ട് ഈ ടെറർ അറ്റാക്സ് തടയാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ എന്തിനാ ഇതിനു വേണ്ടിയിട്ട്? ഇപ്പോൾ ഈ വണ്ടി ഇടിച്ച് കയറ്റുന്നത് ഏറ്റവും കൂടുതൽ നടക്കുന്നു ഈ പറയുന്ന ആളുകൾ തിങ്ങിപ്പാർക്കുന്ന, അല്ലെങ്കിൽ അവർ ഷോപ്പിങ്ങിന് വരുന്ന സ്ഥലത്ത്. ഒരു മിനിറ്റ് ടപ്പോക്കിൽ ഇപ്പോൾ വരാം. ഈ ആളുകൾ ഇടിച്ച് കയറുന്ന ഒരവസ്ഥ ഉണ്ടാവുകയാണ്, ഈ ട്രക്ക് ഇടിച്ച് കയറ്റുന്ന അവസ്ഥ ഉണ്ടാവുകയാണ്. അപ്പോൾ ഇത് ആരെ പ്രതീക്ഷിച്ചിട്ടാണ് ചെയ്യുന്നത്? ഇസ്ലാമിക് ടെറർ എന്നാണ് അവർ അതിന് വേണ്ടി പറഞ്ഞു വെച്ചിരിക്കുന്നത്. വൈ ഇസ്ലാമിക് ടെറർ? വേറെ ആരും എന്താ വണ്ടി ഇടിച്ച് കയറ്റാത്ത? വേറെ ആർക്കും വണ്ടിയില്ലേ? എന്താ വണ്ടി വാങ്ങാനുള്ള കാശ് എന്താ ഹിന്ദുക്കൾക്ക് ഇല്ലായിട്ടാണോ അവരാരും വണ്ടി ഇടിച്ച് കയറ്റാത്ത? അല്ല, ബേസിക്കലി അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. ഹിന്ദുയിസം മതമല്ല. ഹിന്ദുവിന്റെ മതമൊന്നും അതൊക്കെ മാറ്റി നിർത്തൂ. അതൊക്കെ പോട്ടെ. നിങ്ങൾ പറയുന്നത് പ്രകാരം അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ജിഹാദി ആകാനുള്ള സാധ്യത എല്ലാവർക്കും ഉണ്ട് എന്നാണ്, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ ശരിയല്ല എന്നാണ് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് വണ്ടി എടുക്കുന്ന ആളുകൾ, അതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾ ഇസ്ലാമിക് ടെറർ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ആക്ച്വലി ഹാരിഫ് ഹുസൈൻ ആർഗ്യത് ഇത് സ്ഥാപിക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം വെച്ചാൽ ഞാൻ നിങ്ങളെ പോയിന്റ്സ് കറക്റ്റ് തന്നെയാണ്. എനിക്ക് ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞത്. അതിനകത്തൊരു അത് ഞാനും പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഈ വിഷയത്തിന്റെ
ആ ഗ്രാവിറ്റി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നം. അല്ല ഒന്നാമത്തെ ഗ്രാവിറ്റി കാര്യം, നിങ്ങൾ മനസ്സിലായില്ല. ഇസ്ലാമിൽ ജീവിച്ച് ശീലിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അല്ല നിങ്ങളുടെ പ്രശ്നം. അതിൽ ജീവിക്കണ്ടല്ലോ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ആശയമാണ്. ആ ആശയം റോങ് ആണെന്ന് നിങ്ങൾ പറയുന്നിടത്ത് ഓക്കെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഓക്കെ അല്ല, പറയുന്ന ഓക്കെ ആവുന്നത് ആർക്ക്? നിങ്ങൾക്ക് ഓക്കെ ആയി എന്നതുകൊണ്ട് അത് ജനറലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇസ്ലാമിൽ അല്ല അങ്ങനെ അതെ ഓക്കെ അല്ലല്ലോ. ഇസ്ലാമിനെ വിമർശിക്കുന്നവനെ കൊല്ലണം എന്നാണല്ലോ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അല്ല അതാ ഞാൻ പറഞ്ഞത്. അപ്പം ആരിഫ് ഹുസൈൻ പറയുന്നത് ടെക്നിക്കലി അതെല്ലാം ഓക്കെയാണ്. മീൻസ് ഇതെല്ലാം ഈ ഒരു ആശയമാണ്. പക്ഷെ ഈ ആശയത്തിന് എങ്ങനെ നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ കഴിയും? ലോകത്തൊരു ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് ആശയം നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ കഴിയുമോ? കഴിയും. എങ്ങനെയാണ് അത് കഴിയാം? അത് എടുക്കാൻ ആളില്ലാതായാൽ മതി. ഒരു നാസിസം ആശയം ഇന്ന് ഇല്ലാതെയായത് എന്തുകൊണ്ടാണ്? ആശയത്തിനെ കൗണ്ടർ ചെയ്യാം. നിങ്ങൾക്ക് ആശയത്തിനെ കൗണ്ടർ ചെയ്തുകൊണ്ടിരിക്കുക. നാസിസം ഇന്നുണ്ടോ? അറിയില്ല. നാസിസം ഇന്നുണ്ടോ? നാസികൾ, എനിക്കറിയില്ല. ഇല്ല എന്നുള്ള ഹിറ്റ്ലറിന്റെ ആളുകൾ, ഇല്ല എന്നുള്ള വിശ്വാസമാണ്. പക്ഷെ അപ്പൊ അതെവിടെ പോയി ആ സാധനം? അതിന്റെ പല ഫോമിൽ ഇപ്പൊ കാണാമല്ലോ അല്ലേ? അതെവിടെ പോയി ഇന്ന്? ആ ഒരു ഫോമിൽ ഇന്ന് കാണാത്ത എന്തുകൊണ്ടാ? ഒറിജിനൽ ഫോമിൽ ഇന്ന് കാണാത്ത എന്തുകൊണ്ടാ? കാലം മാറയല്ലേ? കാലം മാറുന്നു, മനുഷ്യ മാറിയപ്പോ? മാറുന്നു, ചിന്ത മാറിയപ്പോ അതനുസരിച്ച് മാറ്റം വരുന്നു. ആർക്ക് മാറ്റം വന്നു? ഓക്കെ, മനസ്സിലായി. ആർക്ക് മാറ്റം വന്നു? ആ മനുഷ്യർക്ക് സാധനത്തിനാണോ മാറ്റം വന്നത്, അതോ ആളുകൾക്കാണോ മാറ്റം വന്നത്? മനുഷ്യർക്ക് മാറ്റം വരുന്നു. നിങ്ങളൊരു നാസി ആവോ? ഇല്ല. ബായ്. അല്ല, എന്റെ ചിന്ത വേറെയാണല്ലോ. അതെ, നിങ്ങൾ എന്തുകൊണ്ട് നാസി ആവില്ല? എന്താണ് നിങ്ങളുടെ ചിന്ത? എന്താണ് നിങ്ങൾ അതിന് തടയുന്നത്? നമ്മൾ കുറെ കൂടെ ഈ പറയുന്ന ഡെമോക്രാറ്റിക് ആയിട്ടുള്ള വാല്യൂസിന് കൂടെ നിൽക്കുന്നു. യെസ്. അപ്പോൾ ആശയം അവിടെ ഉണ്ട്, നിങ്ങളത് എടുക്കുന്നില്ല എന്നുള്ളതല്ലേ? അതെ. അതെ, ഇതേപോലെ തന്നെയല്ലേ ഇസ്ലാമിന് സംഭവിക്കുക. ഇസ്ലാം അവിടെ ഉണ്ടാവും. ഇത് എടുക്കാൻ കൊള്ളൂല എന്നുള്ള നിലയ്ക്ക് ആളുകൾ മാറും. അങ്ങനെയാണ് ഈ സാധനം ഇല്ലാണ്ടാവും. അല്ലാതെ ഇസ്ലാമിനെ നിങ്ങൾക്ക് ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് അങ്ങനെ കൊണ്ടുവരാൻ കഴിയില്ല. അങ്ങനെ ഒരു സാധനം ഇവിടെ മാറിയിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് ആശയം, മാർക്സിസം ഇപ്പോഴും അവിടെ ഇല്ലേ? മൂലധനം അവിടെ എഴുതി വെച്ചിട്ടില്ല ഇപ്പോഴും. മാർക്സിന്റെ എവിടെ വാല്യൂ ഉണ്ട്? ആരാ എടുക്കുന്നത്? നമ്മുടെ കേരളത്തിലെ CPM അതിനെ പൊക്കിക്കൊണ്ട് നടക്കണ്ടോ? മാർക്സിസ്റ്റ് ആശയങ്ങൾ ഇന്ന് അവിടെ ഉണ്ട്, അതിന് വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തടിസ്ഥാനത്തിലാണ് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഇൻവെസ്റ്റർ മീറ്റ് നടത്തുന്നത്? എന്തടിസ്ഥാനത്തിലാണ്? മാർക്സിസത്തിൽ എവിടെയാണ് ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത്? അങ്ങനെയല്ല ആരിഫ് ഹുസൈൻ, ഒറ്റൊരു അതാണല്ലോ അടിസ്ഥാനപരമായിട്ട് ഒരു ഫ്രീ മാർക്കറ്റിലല്ലേ ഒരു മൂലധന വ്യവസ്ഥിതി ഉണ്ടാവുള്ളൂ. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലല്ലോ കമ്മ്യൂണിസ്റ്റ് എന്നുള്ള ആശയത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. എവിടെയുള്ളതെന്ന് പറയും നിങ്ങൾ? എവിടെയുള്ളത് കമ്മ്യൂണിസ്റ്റ്? മനുഷ്യന്റെ അതിനെ ഫോളോ ചെയ്യുന്ന ഒരു 5 പേരുണ്ടെങ്കിൽ 5 പേരുടെ ഉണ്ടെന്നുള്ള സാധനമാണ്. അത് എല്ലാ കാലത്തും കാണും. അതെവിടെയുള്ളത് ഇപ്പൊ നിലവിൽ? അപ്പൊ ഈ കമ്മ്യൂണിസ്റ്റ് ആശയം എന്ന് പറയുന്ന സാധനം എന്തിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്? അത് എവിടെയെങ്കിലും അപ്ലിക്കബിൾ ആണോ? ആപ്ലിക്കബിൾ ആണത്. അത് എല്ലാ കാലത്തും ആപ്ലിക്കബിൾ ആണ്. എവിടെ എവിടെ 5 പേര് സപ്പോർട്ട് ചെയ്താൽ അത് അവിടെ ഉണ്ട്. എവിടെയാണ് അപ്ലിക്കബിൾ ആക്കുക? അതാ ഞാൻ ചോദിക്കുന്നത്. വേർ ആർ യു ഗോയിങ് ടു അപ്ലൈ ദാറ്റ്? അത് ഓരോ കാലത്തും അതിന്റെ ഒരു ആവശ്യം വരുന്ന സമയത്ത് അത് വരും. ആ രീതിയിലാണ് സംഭവിക്കുന്നത്. മനസ്സിലായില്ല. കമ്മ്യൂണിസ്റ്റ് ആശയം എന്ന് പറയുന്നത് അത് എവിടെയൊക്കെ അത് അപ്ലൈ ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരും. അത് വരുമ്പോൾ എവിടെ? ഒരു ഉദാഹരണം പറയൂ. എവിടെയാണ് അപ്ലൈ ചെയ്ത് അത് വിജയിപ്പിക്കാൻ കഴിയുക? ഒരു കമ്മ്യൂണിസ്റ്റ് ആശയത്തിലൂടെ പോയതിന്റെ പേര് വിജയിച്ചിട്ടുള്ള ഒരു സാധനം പറയൂ. വിജയിച്ചിട്ടുള്ള ഒരു പഞ്ചായത്തിന്റെ പേര്. ഞാൻ പറയുന്നത് ആരിഫ് ഹുസൈൻ പറയുന്നത് ഒരു ഡെവലപ്മെന്റ് മോഡലാണ് പറയുന്നത്. കേരളം കമ്മ്യൂണിസ്റ്റ് നമ്മളൊരു സാധനം കൊണ്ടുവരുന്നത് ആളെ കൊല്ലാൻ വേണ്ടിയിട്ടല്ലോ, എന്തെങ്കിലും കേരളത്തിന്റെ ഡെവലപ്മെന്റിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് വലിയ കോൺട്രിബ്യൂഷൻ ഇല്ലേ? എന്താ കോൺട്രിബ്യൂഷൻ? ഒരു ഉദാഹരണം പറയൂ. ഒരു എക്സാമ്പിൾ പറയൂ. ഒരു ഉദാഹരണം പറയൂ നിങ്ങൾ. കേരളത്തിന്റെ പ്രോഗ്രസിൽ തുടക്കം മുതൽ ഇനി അറ്റം വരെ അത് തന്നെയാണ്. കമ്മ്യൂണിസത്തിൽ മാർക്സിസത്തിൽ നിന്ന് എടുത്തു വെച്ചു എന്നതിന്റെ പേരിൽ ഈ കേരളത്തിന് ഉണ്ടായിട്ടുള്ള ഒരു ഗുണം പറയൂ. കേരളത്തിന്റെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലാണെങ്കിലും ഹെൽത്ത് സിസ്റ്റത്തിലാണെങ്കിലും മനുഷ്യന്റെ ലൈഫിലെ പുരോഗതിയിലാണെങ്കിലും എല്ലാം കമ്മ്യൂണിസ്റ്റ് ആശയം തന്നെയല്ലേ വന്നിരിക്കുന്നത്. അതെങ്ങനെയാണ് വന്നത്? എവിടെയാണ് വന്നതെന്ന് പറയൂ. എവിടെയാണെന്ന് എല്ലാ തലത്തിലും വന്നിട്ടുണ്ട്. അത് എവിടെ? എങ്ങനെ? എന്താണെന്നോ നിങ്ങളിങ്ങനെ ജനറലൈസ് ചെയ്ത് ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് കാര്യമില്ല. അത് ആക്ച്വലി ഒരു ദിവസം ഇരുന്ന് മുഴുവൻ ഡിസ്കസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. എന്താണ് ഒരു ഉദാഹരണം പറയാൻ എന്താ എത്ര വലിയ പാട്? അല്ല, ഫസ്റ്റ് ഇപ്പം EMS ഗവൺമെന്റ് തൊട്ട് എടുത്താൽ പോലും അതിന് മുമ്പുള്ള പ്രവർത്തനങ്ങൾ എടുത്താലും ക്ഷേത്ര പ്രവേശനമാണെങ്കിലും ലാൻഡിന്റെ ക്ഷേത്രപ്രവേശനത്തിൽ എന്താണ് കമ്മ്യൂണിസം? കമ്മ്യൂണിസ്റ്റ് ഇത് എന്താ താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രത്തിൽ കയറാൻ പറ്റില്ല എന്ന് പറയുന്നിടത്തൊക്കെ ഫൈറ്റ് ചെയ്ത ആൾക്കാർ എന്ന് പറയുന്ന എല്ലാം ലെഫ്റ്റ് ഫോർവേഡ് ആശയമുള്ള ആൾക്കാരല്ലേ?
ലെഫ്റ്റ് ആശയം മാർക്സിസം എവിടെ വരുന്നതെന്ന് ഞാൻ ചോദിച്ചത്. മാർക്സിസം ലെഫ്റ്റ് ഫോർവേഡ്, പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്ന ആളുകൾ എല്ലാ സ്ഥലത്തുണ്ട്. ഇപ്പോൾ എന്താണ് ക്ഷേത്ര പ്രവേശനം പോലെയുള്ള സംഗതികളെ പിന്തുണച്ചിട്ട് ക്ഷേത്ര പ്രവേശനം പോലെയുള്ള കാര്യങ്ങളെ പിന്തുണച്ച ആളുകളാണ് ശ്രീനാരായണ ഗുരു ഒക്കെ. ശ്രീനാരായണ ഗുരു ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നോ? ബേസിക്കലി പുള്ളിയുടെ ആശയങ്ങളും രീതികളും എല്ലാം കമ്മ്യൂണിസ്റ്റ് തന്നെയാണ്. ആശയങ്ങൾ രീതികൾ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെ ശരിയാവും? എല്ലാം കമ്മ്യൂണിസ്റ്റ് രീതികളാണ്, ആർക്കാ ഡൗട്ട്? എന്താണ് ഈ കമ്മ്യൂണിസ്റ്റ് രീതി? കമ്മ്യൂണിസ്റ്റ് രീതികളല്ലാതെ വിരുദ്ധമായിട്ട്. അപ്പൊ നിങ്ങൾ പറയുന്നത് ഇപ്പൊ കേരളം ഇംപ്രൂവ് ചെയ്തത് കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചതുകൊണ്ടാണെന്നാണ് നിങ്ങൾ പറയുന്നത്? കമ്മ്യൂണിസ്റ്റ് ഭരിച്ചു എന്നുള്ളതല്ല, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ അതിനെ എടുത്തതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതേ കമ്മ്യൂണിസ്റ്റുകാർ നിന്നിരുന്ന സ്ഥലമല്ലേ വെസ്റ്റ് ബംഗാൾ? അവിടെ എന്തുകൊണ്ടാണ് ഇത് വിജയിക്കാൻ? വെസ്റ്റ് ബംഗാളിൽ വിജയിച്ചില്ലെന്ന് ആരാ പറഞ്ഞത്? വെസ്റ്റ് ബംഗാളിൽ വിജയിച്ചിട്ടുണ്ടോ? വെസ്റ്റ് ബംഗാളിൽ വിജയം എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ വിജയമാണോ ആരിഫ് ഹുസൈൻ? അല്ലല്ല, അവിടെ ആളുകൾക്ക് കേരളത്തിലെ അതേ സ്റ്റാൻഡേർഡ്സ് കിട്ടാത്ത എന്തുകൊണ്ടാണ്? കേരളത്തിലെ സ്റ്റാൻഡേർഡ്സ് കിട്ടാത്തത് അത് വേറെ റീസൺ ആണ്. അത് അല്ലാതെ അവിടുത്തെ ബംഗാളില് നേരെ തിരിച്ച് ആരിഫ് ഹുസൈൻ കാണേണ്ടത്, ബംഗാളിൽ ഇന്നും BJPക്ക് എന്തുകൊണ്ടാണ് അധികാരം പിടിക്കാൻ പറ്റാത്തത്? BJPയുടെ കാര്യം വിടൂ. എന്തുകൊണ്ട് കേരളം വെസ്റ്റ് ബംഗാൾ ഡെവലപ്പ് ചെയ്തില്ല എന്ന് നിങ്ങൾ പറയൂ. BJP ഇപ്പൊ വന്നതല്ലേ? BJP ഇപ്പൊ വന്നതല്ലേ? അവിടെ ഏതാണ്ട് 10-40 വർഷം ഭരിച്ചത് കമ്മ്യൂണിസ്റ്റുകാരല്ലേ തുടർച്ചയായിട്ട്? എന്നിട്ട് എന്തുകൊണ്ട് കേരളം പോലെ കേരളത്തിനെ കവച്ചു വെക്കുന്ന രീതിയിൽ ഒരു ഡെവലപ്മെന്റ് വന്നില്ല? ഞാൻ പറയാൻ പോകുന്ന പോയിന്റ് വേറെയാണ്. ഞാൻ പറയുന്നത് 30 കൊല്ലം 40 കൊല്ലം കമ്മ്യൂണിസം ഭരിച്ച ഒരു സ്ഥലത്താണ് അവിടുത്തെ സൊസൈറ്റിയെ BJPക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നില്ല. BJPയുടെ ഇൻഫ്ലുവൻസ് പോട്ടെ, ഞാൻ ചോദിക്കുന്നത് അതല്ല. നിങ്ങൾ പറഞ്ഞു EMS ഭരിച്ച സമയത്ത്, EMS ഭരിച്ച അന്ന് മുതൽ ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ടാണ് കേരളം മെച്ചപ്പെട്ടതെന്നാണ് നിങ്ങൾ പറഞ്ഞത്. സമാന പീരീഡിൽ അതേപോലെ കാലങ്ങളോളം ഭരിച്ചതാണ് വെസ്റ്റ് ബംഗാൾ. എന്തുകൊണ്ട് അവിടെ ഈ കേരളം മികച്ചതായതുപോലെ വെസ്റ്റ് ബംഗാൾ മികച്ചതായില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. വൈ? നിങ്ങൾ BJPനെ മാറ്റി വെക്കൂ. വെസ്റ്റ് ബംഗാളിൽ എന്താ പ്രോബ്ലം? ഒരു പ്രോബ്ലം ഇല്ല വെസ്റ്റ് ബംഗാളിൽ. അവിടുത്തെ വിദ്യാഭ്യാസം എങ്ങനെ, ലൈഫ് സ്റ്റാൻഡേർഡ്സ് എങ്ങനെ, അവിടുത്തെ സസ്റ്റൈനബിൾ ഇൻഡെക്സിന്റെ വാല്യൂ എങ്ങനെയാണ്, അവിടുത്തെ ഹെൽത്ത് കെയർ എങ്ങനെയാണ്, അവിടുത്തെ സോഷ്യൽ ഇൻഡെക്സ് എങ്ങനെയാണ് ഇരിക്കുന്നത്, അവിടുത്തെ ക്വാളിറ്റി ഓഫ് ലൈഫ് എങ്ങനെയാണ്, അവിടുത്തെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് HDA എങ്ങനെയാണ്? പറയൂ. കമ്മ്യൂണിസ്റ്റ് ഭരിച്ചിരുന്ന സമയത്ത് അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നുള്ളത് തന്നെയാണ്. അവിടെ കഴിയുന്നത് ചെയ്തിരുന്നു. അതെ, പഠിച്ചിട്ടും ജയിച്ചില്ല, അതാണ് ഉദ്ദേശിച്ചത്. ഞാൻ ഞാൻ പഠിച്ചു സാർ, പക്ഷെ ജയിച്ചില്ല, അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയല്ല പിന്നെ ഉള്ള സ്ഥലത്ത് വളരെ പിന്നിലല്ലേ ഈ വെസ്റ്റ് ബംഗാൾ നിൽക്കുന്നത്? പോവർട്ടി എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പട്ടിണിയുള്ള ഒരു സംസ്ഥാനമല്ലേ ഈ പറയുന്ന വെസ്റ്റ് ബംഗാൾ അല്ലേ? ഇത്ര നാളും ഭരിച്ചു മുടിച്ചത് ഈ കമ്മ്യൂണിസ്റ്റുകാരല്ലേ? എന്നിട്ട് എന്താ അവിടെ രക്ഷപ്പെടാത്തത്? അപ്പൊ കമ്മ്യൂണിസം എന്ന് പറയുന്ന സാധനം അത് അടിസ്ഥാനപരമായിട്ട് ആളുകളുടെ പട്ടിണിയിൽ ത്രൈവ് ചെയ്യുന്ന സാധനമാണ്. കേരളം രക്ഷപ്പെട്ടതിന്റെ കാരണം കമ്മ്യൂണിസ്റ്റുകാരും എടുക്കുന്നല്ല. അതിലൊരു ചെറിയ പങ്കുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ഈ ഇടത് പക്ഷം എന്ന് പറയുന്ന ആളുകളുടെ ചില പുരോഗമനപരമായ ചില നിലപാടുകളൊക്കെ ഉണ്ടെന്ന് ഒക്കെ വേണമെങ്കിൽ നമ്മൾ സമ്മതിക്കാം. ആയിക്കോട്ടെ, അതായിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, അതായത് കംപ്ലീറ്റ് ചെയ്യട്ടെ. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ്. കമ്മ്യൂണിസം എന്ന് പറയുന്നത് ആളുകളെ പട്ടിണിക്കിട്ട് കൊല്ലുന്ന ഒരു സാധനമാണ്. അതാണ് ലോക ചരിത്രം. ഇന്ന് ലോകത്ത് ഹിറ്റ്ലർ ആളുകളെ കൊന്നതിനേക്കാൾ കൂടുതൽ ആളുകളെ പട്ടിണിക്കിട്ട് കൊന്നിട്ടുള്ള ഒരു ആശയം ഉണ്ടെങ്കിൽ അത് കമ്മ്യൂണിസമാണ്. നിങ്ങൾക്ക് തെറ്റാന്ന് തെളിയിക്കാൻ പറ്റുമോ? ചൈനയിൽ എത്ര ലക്ഷക്കണക്കിന് ആളുകളെ നിങ്ങൾ കൊന്നത് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ആശയം? റഷ്യയിൽ എത്ര പേരെ കൊന്നത്? ഇവരെ മുഴുവൻ മരിച്ചത് എങ്ങനെ? ആത്മഹത്യ ചെയ്തതാണ്. ഈ ഗുലാഗ് സിസ്റ്റം, ഈ പറയുന്ന ഹിറ്റ്ലറെ കുറിച്ച് നിങ്ങൾ പറയാറുണ്ട്, ഹോളോകോസ്റ്റ് നടത്തിയതിനെ കുറിച്ചിട്ട്. ഈ ഗുലാഗ് സിസ്റ്റം കണ്ടുപിടിച്ച് അതിലിട്ടിട്ട് ആളുകളെ കൊന്നതിനെ കുറിച്ച് നിങ്ങൾക്കറിയോ? സ്റ്റാലിനും അവരൊക്കെ ചെയ്തത്. അതെന്താ നിങ്ങൾക്ക് അറിയാത്തത്? അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇടതുപക്ഷം കമ്മ്യൂണിസം എന്നൊക്കെ പറഞ്ഞാൽ എന്തോ തേനും പാലും ഒഴുകുന്ന സാധനമാണെന്നാണ്. നിങ്ങൾക്ക് ഈ സാധനം പോയിട്ട് ജർമ്മനിയിലുള്ള ആളുകളെടുത്തോ വല്ല പോളണ്ടിലുള്ള ആളുകളെടുത്തോ പറഞ്ഞാൽ അവർ നിങ്ങൾ ഓടിക്കും, മൂട്ടിനിട്ടടിക്കും. ഈ കമ്മ്യൂണിസ്റ്റ് ചിഹ്നം കൊണ്ടിട്ട് നടക്കാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട്. അത് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ പാക്ക് ചെയ്ത് തിരിച്ചയക്കും. അതൊരു ക്രൈമായിട്ടാണ് അവർ കാണുന്നത്. കമ്മ്യൂണിസ്റ്റ് ഈ അരിവാൾ ചുറ്റിക അത്രമാത്രം ഒരു ഫാഷിസ്റ്റ് ആശയമാണ് ഈ പറയുന്ന കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അത് നിങ്ങൾക്കറിയോ? അതൊരു 4ാം മതമാണ്. ഞങ്ങൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇസ്ലാം പോലെ, കമ്മ്യൂണിസം പോലെ, ക്രിസ്ത്യാനിറ്റി പോലെ, അല്ലെങ്കിൽ ഹിന്ദു മതം പോലെ മറ്റൊരു മതം. അതാണ് ഈ കമ്മ്യൂണിസം. അതിൽ നിങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ത്രൈവ് ചെയ്യുന്നത് തന്നെ ആളുകളുടെ ഇൻസെക്യൂരിറ്റീസിലും അവരുടെ പട്ടിണിയിലുമാണ്. അതാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അത് പ്രൊവൈഡ് ചെയ്യും. അത് മതങ്ങൾ നിങ്ങൾക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യുന്നത് പോലെ
ഈ കമ്മ്യൂണിസ്റ്റ് ആശയം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് എല്ലാവരും തുല്യരായ ഒരു ഉട്ടോപ്പിയൻ ആശയമാണ്. അങ്ങനെ ഒരിക്കലും ഒരു തുല്യത വരാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഈ തരം ഒരു പട്ടിണിയില്ലാത്തൊരു കാലം എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും കമ്മ്യൂണിസ്റ്റുകൾക്ക് മുന്നോട്ട് വെക്കാൻ സാധിച്ചിട്ടില്ല. തിയററ്റിക്കൽ അല്ല, ഇതിവിടെ നടന്നിട്ടുള്ള കാര്യമാണ്. ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ, ഇതെങ്ങനെ തിയററ്റിക്കൽ ആവുന്നത്? ഞാൻ ചോദിച്ചാലല്ലെങ്കിൽ നിങ്ങൾ ഉത്തരം പറയൂ. ഈ പറയുന്ന ചൈനയിലും ഈ പറയുന്ന റഷ്യയിലും ഈ കമ്മ്യൂണിസ്റ്റ് ആശയം കൊന്നു തള്ളിയത് എത്ര ലക്ഷം പേരെയെന്ന് നിങ്ങൾ പറയുമല്ലെങ്കിൽ? അല്ല, ചൈനയിലെ കാര്യം പറയാം. കേരളത്തിൽ വേറൊരു മോഡലാണല്ലോ. കേരളത്തില് GMS ഡെമോക്രസിയിലൂടെ ആദ്യമായിട്ട് വന്ന കമ്മ്യൂണിസത്തിൽ ഡെമോക്രസി ഉണ്ടോ? കമ്മ്യൂണിസത്തില് ഡെമോക്രസി ഉണ്ടോ? അതിനകത്തുള്ള അവരുടെ വേറെ അകത്തുള്ള ഡെമോക്രസി, അതെന്ത് ഡെമോക്രസിയാണ്? അവർക്ക് അതിനകത്തുള്ള ആശയങ്ങളുണ്ടല്ലോ. ആശയം അത് അവർക്കൊരു കമ്മ്യൂണിസത്തിൽ ഡെമോക്രസി ഉണ്ടോ ഇല്ലേ? പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു സാധനം കമ്മ്യൂണിസത്തിലുണ്ടോ? ആശയപരമായിട്ടുള്ള എതിർപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനകത്ത്. എതിർപ്പുകളുള്ള ആളുകൾ എന്താ ചെയ്യണമെന്നാ പഠിപ്പിക്കുന്നത്? അവരെ എന്തെന്നാ വിളിക്കാറ്? കമ്മ്യൂണിസ്റ്റ് സംവിധാനത്തിൽ അതിനെതിരെ നിൽക്കുന്ന ആളുകളെ അവരെ വിശേഷിപ്പിക്കുന്ന വാക്ക് തന്നെ എന്താണ്? കരിങ്കാലികൾ എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓക്കെ, ഞാൻ അതില് എന്തായാലും ആരിഫ് ഹുസൈന്റെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനുമാണ്. അതെ, ഞാൻ എക്സ് കമ്മ്യൂണിസ്റ്റ് ആണ്. കമ്മ്യൂണിസ്റ്റ് എക്സ് മുസ്ലിം ആണ്. ഓക്കെ, അതെ, എക്സ് വോക്കും ആണ്. എക്സ് വോക്ക് നാസി. ഓക്കെ, അപ്പൊ നിങ്ങൾ പറയൂ, ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ ഒരു പ്രതിപക്ഷത്തിനുള്ള സാധ്യതയുണ്ടോ? എനിക്ക് കൗണ്ടർ ചെയ്യാൻ താല്പര്യമില്ല. നിങ്ങൾ കൗണ്ടർ ചെയ്തോളൂ, അതിനെന്താ പ്രശ്നം? അല്ല, ഇതിനകത്ത് എനിക്ക് നിങ്ങളെ കൗണ്ടർ ചെയ്യാൻ താല്പര്യമുണ്ട്. ഓക്കെ, പോക്കിരി എന്താ പറയണ്ടെന്ന് പറഞ്ഞോളൂ. ഇല്ല, ഇത് ബംഗാളിന്റെ കാര്യം പറയണം. ബംഗാളിൽ 100 BJP MLA മാരുണ്ട്. ബംഗാൾ BJP ഇൻഫ്ലുവൻസ് ചെയ്തില്ല എന്ന് പറയരുത്. ഈ BJP ഇൻഫ്ലുവൻസ് എന്നൊക്കെ വേറെ വിഷയമാണ്. പിന്നെ കമ്മ്യൂണിസ്റ്റിന്റെ കാര്യം പറഞ്ഞത്, കേരളത്തില് വിദേശ നാണ്യം എവിടുന്ന വരുന്നത്? കമ്മ്യൂണിസം കാരണം നമ്മുടെ നാട്ടുകാർ എക്സ്പോർട്ട് ചെയ്തുണ്ടാക്കുന്നതാണോ, അതോ ക്യാപിറ്റലിസത്തിന്റെ ഭാഗമായിട്ട് വന്ന രാജ്യങ്ങളിലേക്ക് പണിക്ക് പോകുന്നതുകൊണ്ട് വരുന്നത്? അല്ല, ക്യാഷിലും ഗൾഫ് മണിയിലും മാത്രം കാര്യം കാണരുത്. പക്ഷെ കേരളത്തിന്റെ വരുമാനത്തിന് കേരളത്തിലേക്ക് വരുന്ന പണത്തിന്റെ ഒരു വലിയ ഭാഗം ഇതാണ്. കേരളത്തിലെ പല ബിസിനസ്സുകൾ മലബാർ ഏരിയയിലൊക്കെ പക്ഷേ കേരളത്തിൽ ഇത്രയും സോഷ്യൽ സ്പെൻഡിങ് പണം വരുന്നതിലെ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുന്നത്. ഇപ്പൊ നിങ്ങൾ പറയുന്നത് കമ്മ്യൂണിസം ആയിരുന്നെങ്കിൽ ഇതൊക്കെ ഇവിടെ സംഭവിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. കാരണം കമ്മ്യൂണിസമാണ് നമ്മുടെ ആശയമെങ്കിൽ, നിങ്ങൾ പറഞ്ഞ കമ്മ്യൂണിസ്റ്റിനാണ് ക്രെഡിറ്റ് കൊടുത്തത്, അപ്പൊ കമ്മ്യൂണിസമാണ് നമ്മുടെ ആശയമെങ്കിൽ ഈ പറഞ്ഞ ഒന്നും ഇവിടെ സംഭവിക്കില്ല. ആശയമാണെങ്കിൽ, പക്ഷെ ആ ആശയം ഇവിടുത്തെ ആൾക്കാർ എടുക്കാതെ കമ്മ്യൂണിസം എന്നൊരു ലേബൽ ഒട്ടിച്ച് അവർ കുറെ പാർട്ടി ഉണ്ടാക്കി ചെങ്കൊടി കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ പറയുന്നത് എക്കോണമിക് സൈഡില് ഗൾഫ് മണിയും പുറത്തുനിന്നുള്ള ഫണ്ടുമാണ് ഇപ്പോഴും കേരളം നിലനിൽക്കുന്നതാണ്. അതേസമയം കേരളത്തിലെ സോഷ്യൽ സ്പെൻഡിങ്ങിന് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റുകാരുള്ളതുകൊണ്ട് അപ്പുറത്ത് സോഷ്യൽ സ്പെൻഡിങ്ങിന് ഗവൺമെന്റുകൾ സർക്കാരുകൾ അവരുടെ ആരാന്റെ പൈസ എടുത്ത് ചെലവാക്കുന്നു. അത് നമ്മുടെ ഇന്ത്യയിൽ ഉടനീളം ബീഹാറിലെ സർക്കാർ കാലാകാലം ഹെൽത്ത് ആണെങ്കിലും ഷിറസ് ഒരു മിനിറ്റ്, ഈ കാലാകാലം ബീഹാറിലെ ഗവൺമെന്റുകൾ കട്ടുമുടിച്ചിട്ടും അവിടുത്തെ പാലങ്ങളൊക്കെ പൊളിയുന്ന നമ്മൾ ബീഹാറിൽ നിന്ന് വാർത്തകൾ നിങ്ങൾ കേൾക്കാറുണ്ടല്ലോ. ബീഹാറിൽ ഈ രണ്ട് കൂട്ടരും അല്ല, അതും രണ്ടിന്റെ ഒക്കെ ഒരു മിശ്രിതമായിട്ടുള്ള ലെഫ്റ്റ് പാർട്ടീസ് ആണ് ഉള്ളത്. അവർ കട്ടുമുടിച്ച് പണ്ടടക്കിയിട്ടുണ്ട്. ഈ സർക്കാരിന് പൈസ എടുത്ത് ചെലവാക്കാൻ ഉണ്ടാവണമെങ്കിൽ സർക്കാരിന് കയ്യിൽ ഇടുന്ന കാശ് വരുന്നത് അത് ടാക്സ് ആണ്. ടാക്സ് ഉണ്ടാവണമെങ്കിൽ ഒരു മൂലധന വ്യവസ്ഥയിൽ മാത്രമേ പറ്റൂ. അത് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത്, ഈ ടാക്സ് പിടിച്ചെടുത്തിട്ട് ഇഷ്ടം പോലെ ചെലവാക്കുക. അത് കമ്മ്യൂണിസമാണ്. ആ കമ്മ്യൂണിസ്റ്റ് ആശയം ഇവിടെ നടപ്പാക്കാൻ പറ്റുന്നതുകൊണ്ടാണ്, ഈ പൈസ വരുന്നതുകൊണ്ടാണ്. ഈ പൈസ എവിടുന്ന് വരുന്നതാണ് ചോദ്യം. കമ്മ്യൂണിസ്റ്റുകാർക്ക് പൈസ ചെലവാക്കാനുണ്ട് എന്നുള്ളത് ആ പൈസയുടെ സ്രോതസ് കമ്മ്യൂണിസവുമായി ബന്ധപ്പെട്ടതാണ് എന്നതിന്റെ തെളിവല്ല. ആ സ്രോതസ്സാണ് നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ പുറത്തുനിന്ന് റെമിറ്റൻസ് വരുമ്പോൾ അത് നാട്ടിൽ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുന്നു, അതിലൂടെ ടാക്സ് ഉണ്ടാവുന്നു. അവിടെ കമ്മ്യൂണിസം അല്ലേ വർക്ക് ചെയ്യുന്നത്? അല്ല, ഞാൻ പറഞ്ഞത് വെറും കമ്മ്യൂണിസം ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, എല്ലാം ഉണ്ട് കേരളത്തില്. എല്ലാം ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ക്രെഡിറ്റ് കൊടുക്കരുത്. അതിപ്പോ ഞാനും കുറുക്കനും കൂടി, ഞാനും ആനയും കൂടി പുലിയെ ചവിട്ടിക്കൊന്നു എന്ന് പറഞ്ഞ മാതിരി ഇരിക്കൂല്ലേ ഉറുമ്പും ആനയും കൂടിയിട്ട്. കൊടുക്കുന്ന എവിടെയും ഞാൻ പറഞ്ഞുതരാം. എല്ലാവരുടെയും കാശുണ്ട്, പക്ഷെ ഒരു വിവരം ഇല്ലാത്ത സൊസൈറ്റി ആണെങ്കിൽ എന്ത് ജീവിക്കാൻ പറ്റും? കാശ് എവിടുന്ന് വരുന്നു? അതാണ് നമ്മൾ ചോദിക്കുന്നത്. എല്ലാവരുടെയും എങ്ങനെ കാശ് വരും? അല്ല, കാശ് വരും. ഇപ്പൊ ഈ കാശ് എങ്ങനെ വരും? ഇതൊക്കെ പറയാൻ പറ്റും. ഈ ആശയൊക്കെ നടപ്പാക്കാൻ കാശ് എവിടുന്ന് വരുന്ന നിങ്ങൾ പറയണേ? ആശയം നടപ്പാക്കുന്നതല്ല, കാശ് നമ്മുടെ എല്ലാം കാശുണ്ട്. നമ്മളൊരു വിവരമില്ലാത്ത ആൾക്കാരുടെ ഇടയിലാണ് കിടക്കുന്നത്. അങ്ങനെയല്ല ഷിറാസ്, നിങ്ങൾ പൊറോട്ട ഉണ്ടായതിനു ശേഷം പൊറോട്ട ഉണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. പൊറോട്ട എങ്ങനെ ഉണ്ടായെന്ന് നിങ്ങൾ പറയൂ. ഈ പൊടിയും ഈ മൈദ എവിടെ നിന്നുണ്ടായി പൊറോട്ട ഉണ്ടാക്കാനുള്ളത്? അത് നിങ്ങൾ എന്താ പറയാത്തെ? മൈദ എങ്ങനെ നിങ്ങൾ മണ്ണ് ഒഴിച്ചുണ്ടാക്കുന്ന സാധനമാണോ?
മാത്രമല്ലല്ലോ, നമ്മൾ എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമെന്നൊരു സാധനം കൂടെ ഉണ്ടല്ലോ. സി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന സാധനം അതെന്താണ് അടിസ്ഥാനപരമായിട്ട്? അതൊന്ന് നിങ്ങൾ പറഞ്ഞു തന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരും. വാട്ട് ഈസ് കമ്മ്യൂണിസം? കേരള എഡ്യൂക്കേഷനിൽ എങ്ങനെ ഇത്ര മുമ്പോട്ട് വന്നു? ഇവിടുത്തെ കേരളം കമ്മ്യൂണിസത്തിന്റെ ക്രെഡിറ്റ് ആവുന്നത് കേരളം എങ്ങനെ എഡ്യൂക്കേഷനിൽ വന്നത് ഒന്ന് പറയൂ. അതിലൊക്കെ പിറകിൽ ഒരുപാട് മൂവ്മെന്റ് ഉണ്ട്. എന്താണ് മൂവ്മെന്റ് ഒന്ന് പറയൂ. ഇവിടുത്തെ സർക്കാർ സ്കൂളുകളുടെയൊക്കെ എന്താണ് സർക്കാർ സ്കൂളുകളുടെയൊക്കെ പ്രവർത്തനവും അതിന്റെ ആശയവും അതിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയൊക്കെ ഏതൊക്കെ ഗവൺമെന്റാണ് ഇടപെട്ടിട്ടുള്ളത്? നിങ്ങൾ പറയൂ, എങ്ങനെയാണ് കേരളം, ഇന്ത്യയിൽ കേരളം എഡ്യൂക്കേഷൻ സെക്ടറിൽ വ്യത്യസ്തമാവുന്നത് എങ്ങനെയാണ് ഒന്ന് പറയൂ. ഒരു കുട്ടിക്ക് വേണ്ടി പോലും സർക്കാർ സ്കൂൾ ഓപ്പൺ ചെയ്ത് വെക്കണമെന്ന് പറയുന്നത് ആരാണ് കേരളത്തിൽ? അതിലെന്താ സി അങ്ങനെയുള്ള ഉട്ടോപ്പിയൻ നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് വളരെ വളരെ അൺഇക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു മോഡലാണ്. ഉള്ള കാര്യം പറയാം, അത് ഇത്ര വലിയ സംഭവമൊന്നുമല്ല. സർക്കാർ അങ്ങനെ റൺ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ ഞാനാണ് ഇവിടെ ഭരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യുക? ആ കുട്ടിയെ കൊള്ളാവുന്ന ഏതെങ്കിലും സ്കൂളിലേക്ക് വിടും, ആ കുട്ടിക്ക് വേണ്ട ഫീസ് നമ്മൾ അങ്ങ് പ്രൊവൈഡ് ചെയ്യും, അതിന് വേണ്ട സംവിധാനം ചെയ്യും. ഇതല്ലേ നമ്മൾ ചെയ്യേണ്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇത്രയും വലിയ കുറേ സ്കൂളും ഒരു കുട്ടിക്ക് വേണ്ടി ഇത്രയും അധികം അധ്യാപനം വെക്കേണ്ട എന്ത് കാര്യം ഇവിടെ ഉള്ളത്? ആ കുട്ടിക്ക് പറ്റുന്നൊരു സ്കൂളിലേക്ക് ഒരു സ്കോളർഷിപ്പ് കൊടുത്ത് വിട്ടാൽ പോരെ? അതല്ലേ ചെയ്യേണ്ടത്. അത് ആരിഫ് ഹുസൈന്റെ ഒരു കാഴ്ചപ്പാടാണ്. അത് ആ കാഴ്ചപ്പാടാണ് ലാഭകരം. അത് നാട്ടുകാരെ പണം എടുത്തിട്ട് നിങ്ങൾക്ക് എന്തും ചെയ്യാം, അങ്ങനെ ചെയ്യാൻ പറ്റൂലല്ലോ. അല്ല, ബേസിക്കലി അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. പിന്നെ എങ്ങനെയാ കാണേണ്ടത്? എനിക്ക് മാറ്റാൻ കഴിയില്ല അത്. എങ്ങനെ പോട്ടെ, നിങ്ങൾ പറയുന്നു ഇത് ഭയങ്കര സംഭവമാണെന്ന്. ഇന്നിപ്പോ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി എന്താ? സാമ്പത്തിക സ്ഥിതി മെച്ചമാണ്. GDP ഡൽഹിക്കൊപ്പമാണ് കേരളത്തിന്റെ GDP. എന്നിട്ട് പിന്നെ എന്തിനാണ് ഈ പറയുന്ന കടമെടുക്കാൻ വേണ്ടിട്ട് പോണത്? എന്തിനാ ഈ കട എന്ന് പറയുന്നത്? എന്തുവാണ് ആരിഫ് ഹുസൈൻ? കട ഏത് സമയമാണ് അടച്ചു തീർക്കാൻ പറ്റുന്ന കടയുള്ളൂ. അത് അവർ വേണ്ടെന്ന് വെക്കുന്നുണ്ടല്ലേ? കട എല്ലാം അടച്ചു തീർക്കാൻ പറ്റുന്ന കടയുള്ളൂ. പക്ഷെ ഈ ഒരു കോൺഫിഡൻസിലല്ലല്ലോ നമ്മളുടെ സംസ്ഥാനം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കോൺഫിഡൻസ് എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്കില്ല? സംസ്ഥാനം അല്ലേ പറയണ്ടേ, പിന്നെ ആരാ പറയണ്ടേ? മുഖ്യമന്ത്രിക്ക് കോൺഫിഡൻസ് ഇല്ലല്ലോ. അല്ല, ഞാൻ എന്റെ മുഖ്യമന്ത്രിക്ക് കോൺഫിഡൻസ് ഇല്ല എന്ന് മാത്രമല്ല, CPI പോലെയുള്ള ഘടക കക്ഷികളുടെ പോലും എതിർപ്പ് വകവെക്കാതെ കോൺഗ്രസ് പഞ്ഞിക്കിടും എന്ന് പോലും അറിഞ്ഞുകൊണ്ട് ഈ PM ശ്രീ പദ്ധതിയിൽ പോയിട്ട് ഒപ്പുവെക്കുന്ന അവസ്ഥ പോലും ഉണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ആ പൈസ കിട്ടും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ. അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ അവിടെ മെഴുകിക്കൊണ്ടിരിക്കുകയാണ് ശിവൻകുട്ടി. അത് നിങ്ങൾ കാണുന്നുണ്ടോ? ഉണ്ടോ? അത് PM ശ്രീയുടെ കാര്യത്തിൽ ഞാൻ നോക്കിയിട്ടില്ല, ആക്ച്വലി ഡീറ്റെയിൽ നോക്കിയില്ല. നിങ്ങളത് നോക്കണ്ടേ? കേരളം കടബാധ്യതയിൽ മൂക്ക് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതി ഓൾറെഡി വാൺ ചെയ്ത് കഴിഞ്ഞു, ദിസ് ഇസ് എ ഡേഞ്ചറസ് പൊസിഷൻ, ഇനി കടം തരാൻ കഴിയില്ല എന്ന് അവിടെ സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞു. അത് നിങ്ങൾ അറിഞ്ഞോ? കടം എല്ലാ സ്റ്റേറ്റിനും കാണും. ഏറ്റവും കൂടുതൽ കടമുണ്ടാകും, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ ഇനി കടം തരാൻ പറ്റില്ല എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് എത്തിച്ചത് ആരാന്നാണ് ഈ ചോദിക്കുന്നത്. കടം ഇനി തരാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി വരെ പറയുന്ന അവസ്ഥയിലേക്ക് വന്നത് എന്തുകൊണ്ട്? വൈ? കടം എത്ര വർഷം മുമ്പ് കേൾക്കുന്നതാണ് കേരളത്തിൽ കടമുണ്ട്. നിങ്ങൾ ഇതിപ്പോ ഈ ലാസ്റ്റ് ഉണ്ടായ കാര്യം ഞാൻ ഈ പറയുന്നത്, സുപ്രീം കോടതിയിൽ നിന്ന് വന്ന വിധിയാണ് ഈ പറയുന്നത്. നിങ്ങൾ എല്ലാ വർഷത്തെ കഥയൊക്കെ വിടും. നിങ്ങൾ അങ്ങനെ ജനറലൈസ് ചെയ്ത് നിങ്ങൾക്ക് പോകാൻ കഴിയില്ല. ഇൻ ഫ്രണ്ട് ഓഫ് ദ റിയാലിറ്റി മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ സംസാരിക്കും. സുപ്രീം കോടതി പറയുന്നത് കടം ക്ലിയർ ചെയ്യാനല്ല പറഞ്ഞത്, ഇനി കടം തരാൻ കഴിയില്ല എന്നാ പറഞ്ഞത്. നിങ്ങൾ ടാക്സ് സിസ്റ്റം വർദ്ധിപ്പിക്കണം, നിങ്ങൾ മൂലധന വ്യവസ്ഥിതി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള അതിന്റെ ബാക്കി കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ സ്പെൻഡിങ് കുറയ്ക്കണം എന്ന് പറയുന്നു. ഇത് പറയുന്നത് എങ്ങനെയാണ് കടം വീട്ടുക എന്ന് പറയുന്ന സാധനം? എങ്ങനെയാണ് ഗവൺമെന്റ് ഇടപെടുക? ഇന്നിപ്പോ വ്യവസായ സൗഹൃദ ഒരു സംസ്ഥാനങ്ങളെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ കേരളം അതിൽ ഏറ്റവും പിന്നിലാണ്. എങ്ങനെയാണ് കേരളം ഈ വ്യവസായ സൗഹൃദമായ ഒരു സാഹചര്യത്തിൽ ഏറ്റവും പിന്നോട്ട് പോകുന്ന കാര്യം ഉണ്ടായത്? എന്തിന്റെ അടിസ്ഥാനത്തിൽ? അതെന്ത് കാഴ്ചപ്പാട്? ഇത് ഇൻഡെക്സുകളാണ് നമ്മൾ പറയുന്നത്, കാഴ്ചപ്പാടുകളൊന്നല്ല പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നമ്മൾ പറയുന്നത്. അത് കാഴ്ചപ്പാടല്ല, അത് കണക്കുകളാണ്, ഡാറ്റയാണ്. മുന്നിൽ എവിടെയുള്ളത്? എത്രാമത്തെ സ്ഥാനമാണെന്ന് പറയൂ. വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ കേരളം എത്രാമത്തെ സ്ഥാനമാണ്? അത് ഏറ്റവും പിന്നിലാണത്. ചുമ്മാ ആർഗ്യുമെന്റോ? ആ കണക്കെടുത്ത് നോക്ക്. അതെന്ത് നിങ്ങൾ വെറുതെ ഇങ്ങനെ റിഫ്യൂട്ട് ചെയ്ത് എങ്ങനെ ശരിയാവുക? നിങ്ങൾ കണക്ക് നിങ്ങൾക്ക് അറിയില്ല. PM ശ്രീ പദ്ധതിയെക്കുറിച്ച് നിങ്ങൾ അതിലെന്താ സംഭവിച്ചത് നിങ്ങൾക്ക് അറിയില്ല. ഇസ്ലാമിനെ കുറിച്ച് അറിയില്ല. എല്ലാം നിങ്ങൾ അറിയാതെ നിങ്ങൾ എങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, അത് ആരിഫ് ഹുസൈൻ ഒരു ക്ലോസ് മൈൻഡ് സെറ്റിൽ നിന്ന് സംസാരിക്കുകയാണ്. നമ്മൾ കണക്കുകൾ വെച്ചിട്ടായി പറയുന്നത്. നമ്മൾ കണക്ക് വെച്ചിട്ടാണ് പറയുന്നത്. നിങ്ങൾ അതിൽ കാര്യങ്ങൾ പറയൂ.
മുസ്ലിം എക്സ് കമ്മ്യൂണിസ്റ്റ് ആണല്ലോ നാച്ചുറലി. അപ്പൊ പിന്നെ ആ ഒരു മൈൻഡ് സെറ്റ് ആണ് അതിൽ നിന്നിട്ട് നമ്മൾ മൈൻഡ് സെറ്റ് അല്ല, നമ്മൾ കണക്കുകൾ വെച്ചിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾ പറയൂ, ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി സ്റ്റേറ്റ്സ് എടുത്തു കഴിയുമ്പോൾ വൈ കേരള ഈസ് ലാഗിങ് ബിഹൈൻഡ്? അതിന് ഉത്തരം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയൂ. കേരളം ലാഗ് ചെയ്യുന്നില്ല. ബേസിക്കലി തിരിച്ച് എത്രാമത്തെ സ്ഥാനമാണെന്ന് പറയൂ. സ്ഥാനം ഞാൻ ഓർത്തു വെച്ചിട്ടില്ല. ഓർത്തു വെക്കാതെ എങ്ങനെയാ നിങ്ങൾ ലാഗ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്? ഞാൻ അങ്ങനെ ഡിബേറ്റ് ചെയ്യാൻ പോകുന്നില്ലല്ലോ. എത്രാമത്തെ സ്ഥാനമാണെന്ന് പറയൂ. ബെറ്റർ ആണ്, ഒരുപാട് മുമ്പിലാണ്. ഒരുപാട് മുന്നേ എന്ന് പറയുമ്പോൾ എത്രയായിരുന്നു മുന്നേ? ഇപ്പൊ എത്ര? ഞാൻ ഇപ്പൊ ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും, ഞാൻ നോക്കിയില്ല. ആ, ആരിഫ് ഹുസൈൻ പറഞ്ഞു എത്രയാണ്. നിങ്ങൾ പറയൂ, എന്തുകൊണ്ടാണ് കേരളം പിന്നിൽ? പിന്നിലാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. കേരളം പിന്നിലാണെന്ന് ഞാൻ പറഞ്ഞില്ല. പറഞ്ഞിട്ടില്ലേ? ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അത് എവിടെയാണ് ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യയിൽ? ഡൂയിങ് ബിസിനസ്സിൽ കേരളം മെച്ചപ്പെട്ടു എന്നല്ല ഇപ്പൊ എല്ലാ റിപ്പോർട്ട്സും വരുന്നത്. എല്ലാ റിപ്പോർട്ട്സും മെച്ചപ്പെടുന്നത് എത്രയെന്നാണെന്ന് പറയൂ. അല്ല, എത്രയെന്നാണ് മെച്ചപ്പെടുന്നത്? ഫിഗർ ഞാൻ നോക്കി വെച്ചിട്ടില്ല, അങ്ങനെ ആർഗ്യുമെന്റിലോട്ട് ഞാൻ പോകാറില്ല. അതുകൊണ്ട് ഞാൻ പക്ഷെ പറയണ്ടേ? എല്ലാ മീഡിയ റിപ്പോർട്ട്സും ഉണ്ടല്ലോ. എത്രയാണ് കേരളത്തിന്റെ സ്ഥാനം പറയൂ. ജസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞു. ആരിഫ് ഹുസൈൻ പറഞ്ഞു. എനിക്ക് എന്തായാലും കഴിഞ്ഞ വർഷത്തേക്കാളൊക്കെ മുമ്പിലാണ്. അതിന് മുമ്പത്തെ വർഷം എടുത്താലും മുമ്പിലാണ്. ആ പൊസിഷൻ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും ബെസ്റ്റ് സ്റ്റേറ്റ് ഏതാണെന്ന് പറയും? ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് സ്റ്റേറ്റ്, അതായത് പ്രധാനമായിട്ട് GDP അടിസ്ഥാനത്തിലും പണം ഉണ്ടാക്കുന്ന സാമ്പത്തിക പ്രക്രിയയിൽ ഏറ്റവും മികച്ച ഇൻഡെക്സ് ഉള്ള സ്റ്റേറ്റ് ഏതാണ്? അല്ല, ഏറ്റവും മികച്ച സ്റ്റേറ്റ് ഏതാണ് കേരളത്തിൽ? അപ്പോൾ അത് അവരെന്ത് ചെയ്യുന്നു നോക്കിയിട്ട് നമുക്ക് അത് ചെയ്തുകൂടെ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഏറ്റവും മികച്ച സ്റ്റേറ്റ് ഏതാ? അങ്ങനെ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം ഏത് മികച്ച സ്റ്റേറ്റ് ഏതാണെന്ന് നിങ്ങൾ പറയൂ. അത് ഏതാ സ്റ്റേറ്റ് എന്നറിയോ? ഏറ്റവും മികച്ച സ്റ്റേറ്റ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ സാമ്പത്തിക പരമായിട്ട് മികച്ച സ്റ്റേറ്റ്, മികച്ച നഗരം. ഒരു നഗരമാണ് നിങ്ങൾ പറഞ്ഞു, സ്റ്റേറ്റ് വേണ്ട. നഗരം നിങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സാമ്പത്തിക പ്രക്രിയ നടത്തുന്ന നഗരങ്ങൾ, ഏറ്റവും കൂടുതൽ പുതിയ കമ്പനികൾ ഉണ്ടാകുന്ന നഗരങ്ങൾ, ഏറ്റവും പുതിയ സാമ്പത്തിക ആക്ടിവിറ്റി കൂടിയ നഗരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നഗരം ഏതാ? സാമ്പത്തിക ആക്ടിവിറ്റി കൂടി നാച്ചുറലി മുംബൈ ആയിരിക്കുമല്ലോ. അപ്പൊ മഹാരാഷ്ട്രയാണ്. മനസ്സിലായില്ല? അവിടെ അവരെന്ത് ചെയ്യുന്നതുകൊണ്ടാണ്? അവർ കമ്മ്യൂണിസ്റ്റ് ഉള്ളതുകൊണ്ടാണ് അവർ നന്നായത്. അവിടെ ഈ മൂലധന വ്യവസ്ഥ ഉള്ളതുകൊണ്ടാണ് അവർ മര്യാദക്ക് മുന്നോട്ട് പോകുന്നത്. കേരളത്തിൽ വിഷയങ്ങളില്ലേ? അതേപോലെ വേറെ വിഷയങ്ങളില്ല. സ്ഥലം എവിടെയെന്ന് വെച്ചാൽ ഞാൻ കേരളം പറയും. കേരളത്തിലെ ട്രിവാൻഡ്രോ, കേരളത്തിൽ എവിടെയെങ്കിലും ജീവിക്കാൻ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്ന സ്ഥലമായിട്ട് പറയും. കുറച്ച് വലിയ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കേരളത്തിൽ മാത്രമേ പറ്റുമോ? അല്ല, കുറച്ച് നല്ല വെള്ളവും നല്ല കറണ്ടും അത്യാവശ്യം വലിയ സ്പേസിലും ജീവിക്കാൻ പറ്റുന്ന, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന സ്ഥലമായിട്ട് കേരളത്തിൽ. അങ്ങനെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ? അങ്ങനെ എത്ര സ്റ്റേറ്റുകൾ ജീവിക്കാം നിങ്ങൾക്ക്? ഞാൻ അങ്ങനെ സ്റ്റേറ്റിൽ ജീവിക്കുന്നത്. വെള്ളവും കറണ്ടും. നിങ്ങൾ ഇന്ത്യ കണ്ടിട്ടില്ല എന്റെ പൊന്നു സുഹൃത്തെ. ഇത് നിങ്ങളുടെ അനക്ഡോട്ടൽ എവിഡൻസ് ആണ്. ഇന്ത്യ കണ്ടിട്ടില്ല. ഇത് നിങ്ങളുടെ ഞാൻ ജീവിക്കുന്നത് വേറെ സ്റ്റേറ്റിലാണെന്നേ. വെള്ളമുണ്ട്, കറണ്ട് ഉണ്ട്. കറണ്ട് കേരളത്തിൽ കറണ്ട് പോകുന്ന ഇവിടെ ഇപ്പൊ നടക്കണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഷിറാസ് സംസാരിക്കുമ്പോൾ പറയുന്നത് എന്താണ്? നമ്മൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാണ്, അതുകൊണ്ട് സംസാരിക്കുന്നു. നമ്മളിവിടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായതുകൊണ്ടല്ലല്ലോ ഒരു കാര്യം പറഞ്ഞത്. നമ്മൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാവുന്നത് എന്തുകൊണ്ടാണ്? കമ്മ്യൂണിസം വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ്. കമ്മ്യൂണിസം ആളുകളെ പട്ടിണിയിലേക്ക് തള്ളിവിടുന്നതുകൊണ്ടാണ്. കമ്മ്യൂണിസം ആളുകളുടെ ജീവിതം കുഴപ്പത്തിലാക്കുന്നതുകൊണ്ടാണ്. അതിനുള്ള എംപിരിക്കൽ എവിഡൻസ് ഇവിടെ ഉണ്ട്. ആളുകൾ പട്ടിണി കിടന്ന് മരിച്ചതിൻ്റെ കണക്കുകൾ, ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നതിൻ്റെ കണക്ക് ഇവിടെ ഉണ്ട്. അത് ചരിത്രകാലം മുതൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ആ സംഗതി ഇവിടെ ഉള്ളതുകൊണ്ട് തുടങ്ങിയിട്ടാണ് നമ്മൾ പറയുന്നത് കമ്മ്യൂണിസം ഈസ് ബാഡ് ഫോർ ഹ്യൂമാനിറ്റി എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് ഒന്നത്. രണ്ട്, നിലവിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും ഈ പറയുന്ന കമ്മ്യൂണിസം ഉള്ളതിൻ്റെ പേരിൽ പല ആംഗിളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഈ കേരളം ഇന്ത്യയിൽ നോക്കുമ്പോൾ വളരെയധികം സഫർ ചെയ്യുന്ന എന്തിൻ്റെ പേരില്ല? ഈ പറയുന്ന സാധനമാണ്, ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഇപ്പോഴും കൊണ്ടു നടക്കുന്നത്. എങ്ങനെ കേരളം സഫർ ചെയ്യുന്നത് പറഞ്ഞ എങ്ങനെയാണ്? കേരളം സഫർ ചെയ്യുന്നത് ഈ പറയുന്ന ഈ ഇത്തരം ആസ്പെക്ട്സിൽ ഒരു ബിസിനസ് ഫ്രണ്ട്ലിനെസ്. വിദേശത്തേക്ക് എന്തിനാ പോകുന്നത്? ഏറ്റവും കൂടുതൽ ഇപ്പൊ നമുക്ക് ഇവിടെ സ്പെൻഡിങ് സാധിക്കുന്ന പല കാര്യങ്ങളും ഇപ്പൊ ഇവിടുത്തെ എന്തുകൊണ്ടെന്ന് അറിയാമോ? കുട്ടികൾ പുറത്തു പോകുന്ന നാച്ചുറലി അവർ കൂടുതൽ എഡ്യൂക്കേഷൻ നേടുമ്പോൾ നാച്ചുറലി അവർ പുതിയ ഓപ്പർച്യൂണിറ്റി നോക്കി പോകും. അത് കേരളത്തിൽ നിന്നല്ല. ഇപ്പൊ അവര് ദുബായി പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് വേറെ ഓപ്പർച്യൂണിറ്റി അങ്ങോട്ട് US പോകും. അവിടെ നിന്ന് വേറെ ഇവിടെ ഇല്ലാത്തത് കൊണ്ടല്ലേ അവർ അങ്ങോട്ട് പോകുന്നത്? ഇവിടെ ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തതുകൊണ്ടല്ലേ? ഇല്ല, അവർക്ക് അത് സ്കില്ലുള്ളതുകൊണ്ട് കഴിവുള്ളതുകൊണ്ട് അവർ പോകും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് കുറച്ചു കാലം മുന്നേ വരെ ആളുകൾ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് കർണാടകയിലേക്കും മെഡിസിൻ പഠിക്കാൻ വേണ്ടി കർണാടകയിലേക്കൊക്കെ പോയിരുന്നു. അതെന്തിനായിരിക്കും? ഒരാൾ കഴിവുള്ള ഒരാള് ഈ സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് മൂവ് ചെയ്യുന്നത് ആ സ്ഥലത്തിന്റെ കുഴപ്പം മാത്രമല്ല, അയാൾക്ക് അതിനുള്ള കഴിവുണ്ട്. അത് മൂവ് ചെയ്ത് കൂടുതൽ ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന വെച്ചാൽ അയാൾ പോകും. ബെറ്റർ. ഓക്കെ, അവർ ഈ പോകുന്നത് ഏത് തരം സ്ഥലങ്ങളിലേക്കാണ്? കമ്മ്യൂണിസ്റ്റ് സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. മലയാളിയെ സംബന്ധിച്ച് ഈ മലയാളികൾ നിങ്ങൾ പറഞ്ഞ് സമ്മതിച്ചു, ശരി. അപ്പൊ അവർ ഈ മൂവ് ചെയ്യുന്ന സ്ഥലം അത് കമ്മ്യൂണിസ്റ്റ് സ്ഥലങ്ങളാണോ? ക്യൂബയിലേക്ക് ആരെങ്കിലും പോയിട്ടുണ്ടോ? ഉണ്ടോ?
ക്യൂബയിൽ പോയി ജീവിക്കാം എന്ന് പറഞ്ഞിട്ട് വിസ എടുത്ത് പോയി ആരെങ്കിലും നിങ്ങൾക്ക് അറിയോ? ഒരാളുടെ പേര് പറയൂ. ആരിഫ് ഹുസൈൻ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും പോയിട്ടുണ്ടോ? ഈ പോകുന്ന ആളുകൾ US പോകുന്നു, UK പോകുന്നു, ജർമ്മനിയിലേക്ക് പോകുന്നു. ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളാണ്. അല്ല, ആരിഫ് ഹുസൈൻ പറഞ്ഞു എന്നെ ഒരു ഭയങ്കര എക്സ്ട്രീം കമ്മ്യൂണിസ്റ്റ് ഒരാളായിട്ട് മാറ്റി സംസാരിക്കും. അതൊന്നും നമ്മളിത് നിങ്ങൾ വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മളുടെ വിഷയമേ അല്ല. നിങ്ങൾ ഇതിനാണ് ഈ വ്യക്തിയിലേക്ക് ചുരുക്കുന്നത്. നമ്മളെയാണ് ഇപ്പോൾ ഇത്രയും നേരം പറഞ്ഞ് എത്ര തവണ നിങ്ങൾ വ്യക്തി എന്ന് പറഞ്ഞ് ഇവിടെ ആരോപിച്ചു. കമ്മ്യൂണിസ്റ്റ് ബിരുദനായതുകൊണ്ടാണ്, നിങ്ങൾ വേറെ കാണാത്തതുകൊണ്ടാണ്. അത് നമ്മളതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. നമ്മളിതൊന്നും മൈൻഡ് സെറ്റ് ഒന്നും അല്ല ഇവിടുത്തെ വിഷയം. നമ്മളിവിടെ ഡാറ്റയാണ് പറഞ്ഞത്, കണക്കുകളാണ് പറഞ്ഞത്. ആളുകളെ കൊന്നു തള്ളിയതിന്റെ കണക്കുകളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇവിടുത്തെ ബിസിനസ് ഫ്രണ്ട്ലിനെസ്സിനെ കുറിച്ചിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ പല രീതിയിലുള്ള ബാക്ക്വേർഡ്നെസ്, ഇപ്പോൾ ഫൈനാൻഷ്യൽ ഹേർഡിൽസ് അത് ഫേസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇതെല്ലാം കണക്കുകൾ, സുപ്രീം കോടതിയിലെ നിരീക്ഷണങ്ങൾ. ഇതിലെവിടെ മൈൻഡ് സെറ്റ് വരുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ പറയൂ, നിങ്ങൾ പറഞ്ഞല്ലോ കേരളത്തിൽ നിന്ന് ആളുകൾ വെളിയിൽ പോകുന്നത് ബെറ്റർ സ്ഥലങ്ങൾ നോക്കിയിട്ടാണെന്ന് പറയുമ്പോൾ, ഈ പോകുന്ന സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയൂ. ബെറ്റർ ഓപ്പർച്യൂണിറ്റി ഉള്ള ആ സ്ഥലങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്താണോ അല്ലയോ? ക്യൂബയിലേക്ക് ആരെങ്കിലും പോയിട്ടുണ്ടോ? ഒരു ഉദാഹരണം പറയൂ. ക്യൂബയിലേക്ക് പോകുന്ന ആൾക്കാർ കാണും, എനിക്കറിയില്ല. അവിടെ പോയിട്ട് എന്താ ചെയ്യാ? ഒന്ന് ഇടപെട്ടോട്ടെ, പറഞ്ഞോളൂ. 6 പേര് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കുറെ നേരമായിട്ട്. പിന്നെ ഷിറാസിനാണെങ്കിൽ ഇസ്ലാം അറിയില്ല, ജിഹാദ് എന്താണെന്ന് അറിയില്ല, പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് പോലും കൃത്യമായിട്ട് മനസ്സിലാക്കാതെയാണ് അതിലുള്ള ജിഹാദ് മാത്രം എടുത്തിട്ട് സംസാരിക്കുന്നത്. കമ്മ്യൂണിസത്തിന്റെ ക്യാപ്സ്യൂളുകൾ കുറെ കയ്യിലുണ്ട്, അതെടുത്തിട്ട് ഇങ്ങനെ ഇടുക എന്നല്ലാതെ വേറെ ഒരു കാര്യം പുള്ളി എല്ലാം അത് ഉത്തരം മുട്ടുമ്പം എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് വെറുതെ ലാഗ് ചെയ്യാണ്. സോറി ടു സേ. ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം, അല്ല എനിക്ക് ആരിഫ് ഹുസൈൻ ആർഗ്യൂ ചെയ്ത് തോൽപ്പിക്കാൻ വേണ്ടി വന്നതല്ല. അങ്ങനെയൊന്നും നിങ്ങൾ കാണരുത്. അതൊന്നല്ല, ആർഗ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേദിയാണിത്. യു ക്യാൻ ആർഗ്യൂ. അങ്ങനെയൊന്നും ഇവിടെ ഒരു തരത്തിലും എന്നോട് ആർഗ്യൂ ചെയ്യാൻ അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ഒരു കാര്യം, ഫാക്ട് വെച്ചിട്ട് എത്ര വേണമെങ്കിലും ആർഗ്യൂ ചെയ്തോ. ഇപ്പൊ ഇത്രയും നേരം നമ്മൾ ഇത് കേട്ടിരുന്നതും നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാൻ താല്പര്യമുള്ളത് കൊണ്ട് തന്നെ. പക്ഷെ ഫാക്ട് വെച്ചിട്ട് നിങ്ങൾ ഒരു കാര്യം പോലും സംസാരിച്ചില്ല ഇത്രയും നേരമായിട്ട്. നിങ്ങൾ തന്നെ ഒന്ന് കേട്ട് നോക്കും, നിങ്ങൾ തന്നെ ഇത് പിന്നീട് ഒന്ന് കേട്ട് നോക്കൂ. നിങ്ങൾ ഫാക്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവാണ്, വേറെ വിഷയത്തിലേക്ക് പോവാണ്. നിങ്ങൾ ആദ്യം വന്ന പൊട്ടൻഷ്യൽ ജിഹാദി എന്ന് പറയുന്ന എക്സ്ട്രീമിസം കാണിക്കുന്നു ആരിഫ് എന്ന് പറയണ, അതിലുള്ള പൊട്ടൻഷ്യൽ ജിഹാദി എന്ന് പറയുന്ന വാക്ക് ആ സെന്റൻസിൽ എന്താണ് മീനിങ് എന്ന് പോലും നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല. ഒരു കാര്യം പറയട്ടെ, ഞാനൊരു മെസ്സേജ് വായിക്കാം. വെയിറ്റ് ഒരു സെക്കൻഡ്, ഞാനൊരു മെസ്സേജ് വായിക്കാം. വെയിറ്റ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് വേണ്ടി അയച്ചു തന്നൊരു മെസ്സേജാണ്. ഓക്കെ, ഒരു പെൺകുട്ടി അയച്ചിരിക്കുന്നതാണ്. ഹലോ സർ, ഐ ആം, പേര് ഞാൻ വായിക്കുന്നില്ല. എനിക്ക് കോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ല ഈ മെസ്സേജ് ചെയ്യുന്നത്. ഐ വാസ് സ്റ്റഡിയിങ് അറ്റ് ഇന്ന പ്ലേസ് ഫോർ ഇന്ന ഒരു കോഴ്സ്. എൻ്റെ വീട്ടുകാർ ഭയങ്കര ടോക്സിക്കാണ്, എസ്പെഷ്യലി എൻ്റെ വാപ്പയുടെ ഇന്നാള്, ഉമ്മാടെ ഇന്നാള്. ദേ വർ വെരി ഓർത്തഡോക്സ്. എൻ്റെ പാരൻസ് അവർ പറയുന്നത് വേറൊന്നും ചെയ്യിക്കുകയുമില്ല. 10 മാസം മുന്നേ അവർ എന്നെ ഫോഴ്സ്ഫുള്ളി ഒരു മാരേജിന് നിർബന്ധിച്ചു. ഒരു പരിചയവുമില്ലാത്ത ഒരു ആളെ കൊണ്ട് പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചു. അയാളും വളരെ ടോക്സിക് ആയിരുന്നു. ഇപ്പോഴും പറയുന്നത് പുള്ളിയുടെ, അതായത് മൈ ഹെവൻ ലൈസ് അണ്ടർ ഹിസ് ഫീറ്റ് എന്നാണ് ആൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റുള്ള ആളാണ്. അതിൽ നിന്ന് കുറേ ഫൈറ്റ് ചെയ്ത് ആ മാരേജ് ഞാൻ വേണ്ടാന്ന് വെച്ച് ഇന്ന സ്ഥലത്ത് പോയി ഒരു കോച്ചിങ്ങിന് ജോയിൻ ചെയ്ത് അവിടെ പഠിക്കുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ടൈമിൽ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരുടെ കൂടെ ചില യാത്രകളൊക്കെ നടത്തി. അപ്പോൾ അതൊക്കെ വീട്ടിൽ അറിഞ്ഞപ്പോൾ, പെൺകുട്ടികൾ തമ്മിലുള്ള യാത്രകൾ നടത്തിയപ്പോൾ അത് വീട്ടിൽ അറിഞ്ഞ് അവർ അത് ക്യാൻസൽ ചെയ്തു. കോഴ്സ് അവിടെ നിന്ന് കട്ട് ചെയ്തു, എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് ഇപ്പോൾ എന്നെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അവർ വളരെ മതപരമായിട്ട് ഇതൊന്നും അനുവദിക്കുന്ന കാര്യങ്ങളല്ല എന്ന് പറഞ്ഞ് അവിടെ വെച്ചിരിക്കുന്നു. പിന്നെ ഞാൻ ആ മെസ്സേജ് മുഴുവൻ വായിച്ചു പോകുന്നില്ല, ഒരുപാട് ലെങ്ത് ഉണ്ട്. അതിൻ്റെ ഒരു സമ്മിങ് അപ്പ് എന്ന് ഞാൻ നടത്തുകയാണ്. അതിലിപ്പോൾ സംഭവിക്കുന്നത് എന്താണ്, ആ കുട്ടിക്ക് ഇപ്പോൾ ശാരീരികമായ ഉപദ്രവങ്ങൾ വരെ നേരിടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ 100 കണക്കിന് മെസ്സേജുകളാണ് നമുക്ക് ഓരോ ദിവസവും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കിട്ടുന്നത് എവിടെ നിന്നാണ്? മുസ്ലിം കുടുംബങ്ങളിൽ നിന്നാണ് ഈ വരുന്നത്. ഇത് ഹിന്ദു കുടുംബങ്ങളിൽ നിന്നല്ല, ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ നിന്നല്ല.
അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പറയുന്നത് എന്താണ്, അതായത് ഈ ഓരോ വീടുകളിൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഹിജാബിൻ്റെ വിഷയം പോലും ഇവിടെ വരുമ്പോൾ ഹിജാബ് ഇട്ടില്ലെങ്കിൽ പഠിക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന ഒരു നിലപാട് അത് പല വീടുകളിലുണ്ട്. ഹിജാബ് ഊരാൻ പറ്റാത്ത അവസ്ഥ ഇവിടെ ഉണ്ട്. നിങ്ങൾ ഹിജാബ് ഇടുന്നതിനെ കുറിച്ചേ പറയുന്നുള്ളൂ. ഇവിടെ ഹിജാബ് ഊരാൻ പറ്റാത്ത അവസ്ഥ ഇവിടെ ഉണ്ട്. അത് നിങ്ങൾ അറിയുന്നില്ല. ഇല്ലെന്ന് പറയുന്നില്ല എന്നുള്ളതല്ല, അതാണ് ഇവിടുത്തെ മെജോറിറ്റി. ഓക്കെ, ഹിജാബ് ഇടിക്കാത്ത പ്രശ്നമല്ല ഇവിടെ ഉള്ളത്, ഹിജാബ് ഊരാത്ത പ്രശ്നമാണ് ഇവിടുത്തെ മെജോറിറ്റി വിഷയം. അതാണ് ഇസ്ലാമിലെ നിയമം, അതാണ്. നിങ്ങൾക്ക് ഇസ്ലാം അറിയില്ല, അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇസ്ലാം പഠിക്കുക, കമ്മ്യൂണിസം എന്താണെന്ന് പഠിക്കുക, അതിൻ്റെ ചരിത്രം നിങ്ങൾ പഠിക്കുക, എങ്ങനെയാണ് രാജ്യങ്ങൾ രക്ഷപ്പെട്ടതെന്ന് നിങ്ങൾ പഠിക്കുക. എന്താണ് എത്ര ദൂരെ നിങ്ങൾ കമ്മ്യൂണിസത്തെ അകറ്റി നിർത്തുന്നോ അത്രയും മെച്ചപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് പുരോഗമനം സാധ്യമാകും. ഇതാണ് അതിൽ നമുക്ക് കൺക്ലൂഷനായിട്ട് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് വല്ല ഡാറ്റയും വെച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ യു ക്യാൻ, അല്ലെങ്കിൽ വിൽ മൂവ് ഓൺ. ഒറ്റ കാര്യമുള്ളൂ, ഈ പൊട്ടൻഷ്യൽ ജിഹാദിയാണ് എല്ലാ മുസ്ലിങ്ങളും എന്ന് പറയുന്നിടത്ത് ഒരു പ്രോബ്ലം ഉണ്ട്. ഒരു പ്രോബ്ലം അല്ല, അത് നമ്മൾ അത് എങ്ങനെയാണോ ഒരു തീവ്രവാദ പൊട്ടലുണ്ടാകുമ്പോൾ അത് മുസ്ലിം ആണോ അല്ലയോ എന്ന് സംശയിക്കാൻ സാധിക്കാത്ത രീതിയിലേക്ക് എന്നാണോ ഈ തീവ്രവാദത്തിന് ലോകത്തൊരു കുറവുണ്ടാവുന്നത് അന്നേ ഞാനത് മാറ്റി പറയുള്ളൂ. അതുവരേക്കും ഒരു ബോംബ് പൊട്ടിയാൽ അത് മുസ്ലിം ആണ് എന്ന് സംശയിക്കത്തക്കതായിട്ടുള്ള അളവിലാണ് ഇന്നിവിടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഓരോ മുസ്ലിമും ഈ പറയുന്ന രീതിയിൽ മതം പൊക്കി വെക്കുന്ന ആളുകളാണ്. ഒരു ജോസഫ് മാഷിന്റെ ഒരു പോസ്റ്റ് ഇട്ടാൽ തന്നെ അതിന്റെ താഴെ പോലും വന്നിട്ട് കൈയല്ല വെട്ടേണ്ടിയിരുന്നത്, തലയായിരുന്നു വെട്ടേണ്ടിയിരുന്നത് എന്ന് പറയുന്ന മുസ്ലിങ്ങളുള്ള നാട്ടിൽ ജീവിക്കുമ്പോൾ ഞാൻ ഇപ്പോഴും അത് പറയും. എവറി മുസ്ലിം ഈസ് എ പൊട്ടൻഷ്യൽ ജിഹാദി ആൻഡ് ഓൾസോ എ പൊട്ടൻഷ്യൽ എക്സ് മുസ്ലിം. അതാണ് ഇന്ന് നിലവിലുള്ള അവസ്ഥ. അപ്പോൾ അത് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടേയിരിക്കും അൺലെസ് അതിനൊരു മാറ്റം പൊതുവായിട്ട് സംഭവിക്കുന്നത് വരേക്കും. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവാം, ഇഷ്ടമുണ്ടാവാതിരിക്കാം, യോജിക്കാം, വിയോജിക്കാം. അത് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. നിങ്ങൾക്കത് എടുക്കോ എടുക്കാതിരിക്കോ ചെയ്യാം, അത് മുന്നോട്ട് പോകാം. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു. ഒരു കാര്യം കൂടി, ആരിഫ് ഹുസൈന്റെ വാദം കേട്ട് നാളെ ഒരാൾ എന്റെ മേലിൽ കത്തി വെച്ചാലോ? അങ്ങനെ കത്തി വെക്കില്ലല്ലോ, അതാണല്ലോ അതിന്റെ കാര്യം. കത്തി വെക്കുമ്പോൾ പറയും ഞാൻ ജീവനോട് ഇരിക്കുന്ന എന്തുകൊണ്ടാ, അത് പറയും. ഞാൻ ഇതൊക്കെ പറയും എങ്കിലും ഞാൻ ജീവനോട് ഇരിക്കുന്ന എന്തുകൊണ്ടാ? ഇപ്പൊ എവിടെയാണ് ആരിഫ് ഹുസൈൻ ഉള്ളത്? എവിടെയാണെങ്കിലും ഞാൻ ജീവനോട് ഇരിക്കുന്ന എന്തുകൊണ്ടാ? അല്ല, ഞാൻ ചോദിക്കുന്നത് യുഎസിലാണോ അതോ കേരളത്തിൽ? എവിടെയാണെങ്കിലും ഞാൻ ഇന്ന് ജീവനോട് ഇരിക്കുന്ന എന്തുകൊണ്ടാണ്? തമാശക്ക് ചോദിച്ചാണ്. ഓക്കെ, അത് പറയാം. എവിടെയാണെങ്കിലും ഞാൻ ഇന്ന് ജീവനോട് ഇരിക്കുന്ന എന്തുകൊണ്ടാണ്? ജീവനോട് ഇരിക്കുന്നത് നിങ്ങൾ കേരളത്തിലായോണ്ടായിരിക്കും. അല്ല, ഐ ആം ഷുവർ. ഇതാണ് നിങ്ങളുടെ തെറ്റിദ്ധാരണ. ഇതാണ് നിങ്ങളുടെ തെറ്റിദ്ധാരണ. അത് നിങ്ങളുടെ മുൻവിധിയാണ്. നിങ്ങൾ അങ്ങനെ ഇതെങ്ങനെ മുൻവിധിയാവുന്നത്? ഇതെങ്ങനെ നിങ്ങളുടെ മുൻവിധിയാവുന്നത്? നിങ്ങൾക്ക് വിഷയത്തെ കുറിച്ച് ഒരു ധാരണയില്ല. നിങ്ങൾ ആളുകൾ വ്യക്തികളിലേക്ക് ചുരുങ്ങുകയാണ് നിങ്ങൾ. ഹാരിഫ് ഹുസൈന് സെൽഫായിട്ടൊരു തോന്നലുണ്ട്, ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുന്നതുകൊണ്ട് എന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമെന്നൊരു തോന്നലുണ്ട്. അങ്ങനെ ഒരു തോന്നലുമില്ല എനിക്ക്. അങ്ങനെ ഭീഷണികളൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട്, അതൊക്കെ വേറെ കാര്യം. എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഉള്ള കാര്യം നിങ്ങൾക്ക് അറിയോ? പോലീസ് പ്രൊട്ടക്ഷൻ ആരിഫ് ഹുസൈൻ ആവശ്യപ്പെട്ടിട്ടാണോ? അല്ല, അല്ലാതെ തന്നെ ഉണ്ട്, അത് നിങ്ങൾക്ക് അറിയോ? പിന്നെ അതിൽ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വമാണല്ലോ. എന്തിനാ സ്റ്റേറ്റ് അങ്ങനെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കേണ്ടി വന്നത്? ആരെ പേടിച്ചിട്ടാ? അത് എല്ലാ പൗരനും കൊടുക്കുക എന്നുള്ള സാധനമാണ്. അങ്ങനെ എല്ലാ പൗരനും ഉള്ളതല്ല, ഇതല്ലാതെ തന്നെ ഉള്ളതാണ്. അത് എന്തിന്റെ പേരില്ല? ഏത് എക്സ്ട്രീമിസത്തിനെ ഭയന്നുകൊണ്ടാണ് അവര് പ്രൊട്ടക്ഷൻ തരുന്നത്? അത് അങ്ങനെയല്ല. അവർക്ക് ഇപ്പം ഇസ്ലാമിക് ടെററിസ്റ്റുകളെ പേടിച്ചിട്ടാണ്. നിങ്ങൾ എന്തിനാ ഇത് ഉള്ള കാര്യം പറയാൻ മടിക്കുന്നത്? അല്ല, അങ്ങനെ പറഞ്ഞിട്ടാണോ സ്റ്റേറ്റ് തന്നേക്കുന്നത്? അതെ, അങ്ങനെ ഒരിക്കലും പറയില്ല. പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ ഒരു ഡീ റാഡിക്കലൈസേഷൻ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിന്റെ പണം ചെലവഴിക്കുന്നത് ഏത് ഡീ റാഡിക്കലൈസേഷന് വേണ്ടിയിട്ടാണ്? ക്രിസ്ത്യൻ ആണോ, ഹിന്ദു ആണോ, മാവോയിസ്റ്റ് ആണോ, ഇസ്ലാം ആണോ, ഏതിനു വേണ്ടിയിട്ടാണ്? ഏതിനു വേണ്ടിയിട്ടാ പറയൂ. ഞാൻ അതിനൊന്നും കൗണ്ടർ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. നിങ്ങൾ പറയൂ, ഉത്തരം പറഞ്ഞിട്ട് പോകും. നിങ്ങൾ മൈൻഡ് സെറ്റിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞ് മുങ്ങിയാൽ എങ്ങനെ ശരിയാവാ? ചോദിച്ചതിന് ഉത്തരം ഉണ്ടെങ്കിൽ പറയൂ. അല്ല, എനിക്ക് അതിന്റെ ഫാക്ട് ഇല്ല, എനിക്കറിയില്ല. ഇസ്ലാമിക് ടെററിസം അതുപോലെ തന്നെ മാവോയിസം, ഇത് രണ്ടുമാണ് അവിടെ ഏറ്റവും കൂടുതൽ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ഗവൺമെന്റ് ഈ ഡീ റാഡിക്കലൈസേഷൻ പ്രോഗ്രാമിലൂടെ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന ഇസ്ലാമിക് ടെററിന് വേണ്ടിയിട്ടാണ്. എന്താ മറ്റു മതങ്ങൾ അവിടെ വരാത്തത്? ഞാൻ ഒരു മതവും നല്ലതാണെന്ന് പറയുന്നില്ല. നിങ്ങൾ ഏതെങ്കിലും ജിഹാദിനെ ഡീ റാഡിക്കലൈസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഞാൻ ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ പോകാതെ മദ്രസയിൽ പോകണം മാത്രം പഠിക്കാൻ പോണ കുട്ടിയുണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയോ അങ്ങനെ എത്ര പേര് ഈ പറയുന്ന ഈ റാഡിക്കലൈസേഷനിൽ പെട്ടുപോയിട്ട് ജീവിതം കോഞ്ഞായിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക്? സാധാരണ നമ്മൾ പറയുന്നത് വലിയ മുതിർന്ന ആളുകളുടെ കാര്യമല്ല പറയുന്നത്. പ്ലസ് ടുവിൽ പഠിക്കുന്ന കുട്ടികളുടെ കാര്യം, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ കാര്യമാണ് ഞാൻ ഈ ചോദിക്കുന്നത്. മുതിർന്നവരെയൊക്കെ വെറുതെ വിടും. 10ലും 12ലും പഠിക്കുന്ന കുട്ടികൾ
ഈ റാഡിക്കലൈസേഷനിൽ പെട്ട് ഇസ്ലാമിക തീവ്രവാദത്തിലേക്ക് ആകൃഷ്ടരായി അതിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരു ആക്ടിവിറ്റി ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഇവിടെ നടക്കുന്നുണ്ട്. അതിലൊരു ഭാഗമാണ് ഞാൻ. അത് നിങ്ങൾക്കറിയോ? ഓക്കെ ഫൈൻ. ഇതേപോലെ ഒരു കൺസേർട്ടഡ് ആയിട്ടുള്ള ഒരു എഫേർട്ട് എടുത്തിട്ട് വേറെ ഏതെങ്കിലും ഒരു മതത്തിന് വേണ്ടിയിട്ട് ഇവിടെ അത് ചെയ്യേണ്ടി വരുന്നുണ്ടോ? പൊതുപണമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളും കൂടി കൊടുക്കുന്ന ടാക്സിലെ പണം എടുത്തിട്ടാണ് ഈ പറയുന്ന തീവ്രവാദികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഗവൺമെന്റ് ചെലവഴിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഞാൻ എന്തായാലും ബാക്കിയുള്ളവർ വെയിറ്റ് ചെയ്യുവാണ്, ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. അല്ല, നിങ്ങൾ അത് പോട്ടെ, നിങ്ങൾ ഈ കാര്യം നിങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുക. നിങ്ങളുടെ നിലപാടുകൾ ആക്ടിവിറ്റിക്ക് എതിരല്ല. ഓക്കെ, അതൊക്കെ ആയിക്കോട്ടെ, അതല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം നമ്മൾ കേട്ടു. നമ്മൾ തിരിച്ച അഭിപ്രായം പറയുമ്പോൾ അത് മൈൻഡ് സെറ്റിന്റെ കുഴപ്പമാണെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇവിടുന്ന് പോകുന്നത്. അത് ശരിയല്ല എന്നാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ സംസാരിച്ചത് മുഴുവൻ ബേസ്ഡ് ഓൺ ഫാക്ട്സ്, ബേസ്ഡ് ഓൺ സ്റ്റാറ്റിസ്റ്റിക്സ്, ബേസ്ഡ് ഓൺ മാത്ത്. ഇത്രേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ എക്സ്ട്രീം ആവുന്നതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ. ഇന്ത്യൻ ഗവൺമെന്റ് ഈ പണം ചെലവഴിക്കുന്നത് ഇസ്ലാമിക് എക്സ്ട്രീമിസത്തിന് വേണ്ടിയിട്ടാണ്. അല്ല, അങ്ങനെ പോകുമ്പോൾ ഈ മനുഷ്യരെ ഡൗട്ട്ഫുൾ ആയിട്ട് കാണുന്നത് ബിക്കോസ് അതാണ് അവസ്ഥ. അതുകൊണ്ട് ആ അവസ്ഥയ്ക്ക് മാറ്റം വരുമ്പോൾ ഞാൻ മാറ്റുമെന്നല്ലേ പറഞ്ഞത്. തൽക്കാലം മാറ്റാൻ നിർവാഹമില്ല. ഓക്കെ, അപ്പോൾ ബൈ. താങ്ക് യു. ഞാൻ ഇടയ്ക്ക് എപ്പോഴെങ്കിലും വിളിച്ചോളാം. പഠിച്ചിട്ട് വരും, എന്നിട്ട് വിളിച്ചാൽ മതി. തർക്കിക്കാൻ വേണ്ടിയല്ല, പഠിച്ചിട്ട് വരും. ഓക്കെ, യെസ്, പഠിച്ചിട്ട് വരും. ഷുവർ തന്നെ. എവിടെയാ സ്ഥലം? അതൊക്കെ പിന്നെ പറയാം. ഓക്കെ, പേടിയാണ്. ഓക്കെ, ബൈ. ശരി. പേടിയാണ് ജിഹാദികളെ, എനിക്ക് പേടിയാണ്. പേടിയുണ്ടോ? ജിഹാദികൾ എനിക്ക് പേടിയാണ്. പൊട്ടൻഷ്യൽ ജിഹാദികൾ ആരാണ് ഇത് എല്ലാത്തിനും നമുക്ക് പറയാൻ കഴിയില്ല. എവറി മുസ്ലിം ഈസ് എ പൊട്ടൻഷ്യൽ ജിഹാദി. അത് തന്നെയാണ് പ്രശ്നം. അപ്പോൾ ബൈ, ഗുഡ് നൈറ്റ്. ഓക്കെ, ബൈ. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.